ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദയുടെ ലളിതാ സഹസ്രാമ പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ പഠന ക്ലാസ് നയിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ പന്തലിങ്കലാണ്. ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവ്വം വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷെ. നമസ്കാരം തിരുവേനി, എല്ലാവർക്കും നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വെള്ളപ്പളുങ്കു നിറമുത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമ. ഓം മഹാദേവേ നമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ ഒരു 2 ക്ലാസ് ഇടയ്ക്ക് വെച്ച ഒരു ക്ലാസ്സും അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്ലാസ്സും അങ്ങനെ മിസ്സായി പോയി. നമുക്ക് ദേവിയുടെ കാരുണ്യത്താൽ ഇനിയൊക്കെ സഹസ്രനാമം അവസാനിക്കുന്നത് വരെയെല്ലാം കണ്ടിന്യൂസ് ആയി ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കാം. നമ്മള് 165 ശ്ലോകമാണ് കംപ്ലീറ്റ് ചെയ്തത്. 166 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. വിശ്വഗ്രാസാ വിദ്രുമാഭ വൈഷ്ണവീ വിഷ്ണുരൂപിണി അയോനിർയോനി നിലയാ കൂടസ്ഥാ കുലരൂപിണി. വിശ്വഗ്രാസാ വിദ്രുമാഭ വൈഷ്ണവീ വിഷ്ണുരൂപിണി അയോനിർയോനി നിലയാ കൂടസ്ഥാ കുലരൂപിണി. 890 മുതൽ 897 വരെയുള്ള 8 നാമങ്ങളാണ് 166 ശ്ലോകത്തിലുള്ളത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. 890 നാമം വിശ്വഗ്രാസ. ഗ്രസിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഗ്രാസം എന്ന് പറഞ്ഞാൽ ഉരുളയാണ്. ഉരുളയ്ക്കാണ് ഗ്രാസം എന്ന് പറയാ. അപ്പൊ ഗ്രസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിഴുങ്ങ. ഉരുള വിഴുങ്ങിനാണ്, അല്ല തട്ടിവിടുന്നതിനാണ് ഗ്രസിക്കുക എന്ന് പറയാ. അപ്പോ വിശ്വഗ്രാസ എന്ന് പറഞ്ഞാൽ ദേവി ആരാണ്? ഈ വിശ്വത്തെ ഗ്രസിക്കുന്നവളാണ് ദേവി. ഈ വിശ്വത്തെ മൊത്തം വിഴുങ്ങുന്നവളാണ് ദേവി, അല്ലെങ്കിൽ തന്നിൽ ലയിപ്പിക്കുന്നവളാണ് ദേവി. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? അത് പഞ്ചപ്രാണനിലേക്ക്, അല്ലെ, പഞ്ചകോശങ്ങളിലേക്ക് പോവും. ആ ഭക്ഷണം, അന്നം ഓരോ കോശങ്ങളിലേക്കും പോകുന്നത് പോലെ, അതിൽ ലയിച്ചു ചേർന്ന് നമ്മളായി തീരുന്നത് പോലെ ഈ പ്രപഞ്ചം മുഴുവൻ മഹാപ്രളയകാലത്ത് ദേവി വിഴുങ്ങുന്നു, ഒരു ഉരുള പോലെ. അത് ദേവിയില് ലയിച്ചു ചേരുന്നു എന്നുള്ളതാണ്. പിന്നെ ദേവി മാത്രമേ ഉള്ളൂ. ആ ബ്രഹ്മം ശുദ്ധബ്രഹ്മമായിട്ട് ശക്തിയും ശിവനിൽ ലയിച്ച് ആ ശുദ്ധബ്രഹ്മമായി ഇരിക്കുന്നു. അപ്പോ വിശ്വഗ്രാസ, ഇവിടെ എന്താണ്? സംഹാരം അല്ലെങ്കിൽ ലയം എന്നുള്ള ഭാവമാണ് ഇവിടെ വിശ്വഗ്രാസ എന്നുള്ള നാമത്തില്. സൃഷ്ടികർत्री എന്നുള്ള നാമത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? ദേവിയുടെ സൃഷ്ടി സ്വരൂപിണിയായ ദേവിയാണ് കണ്ടത്. ഇവിടെ വിശ്വഗ്രാസ എന്ന് പറയുമ്പോൾ വിശ്വത്തെ മുഴുവൻ ഗ്രസിച്ച് തന്നിലേക്കാക്കി ലയിപ്പിക്കുന്ന. അപ്പോ സംഹാരം എന്ന അല്ല, ലയം, തിരോധാനം എന്നാണ് 2 പഞ്ചകൃത്യങ്ങളിൽ പറയുന്ന. പഞ്ചകൃത്യപരായണ എന്ന് പറയുമ്പോ സൃഷ്ടി, സ്ഥിതി, ലയം. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ അവസാനത്തെ വരുന്നത് എന്താണ്? ദേവിയുടെ കൃത്യം അത് തിരോധാനമാണ്. അത് കഴിഞ്ഞ് പുനഃസൃഷ്ടിയാണ്. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോ ദേവി ശരിക്കും ഇവിടെ കാണപ്പെടുന്ന വിശ്വഗ്രാസ എന്ന രൂപത്തില് ദേവി വിശ്വത്തെ ഗ്രസിക്കുന്ന ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത്. ദേവിയിൽ നിന്നും വിശ്വം സൃഷ്ടിക്കപ്പെടുന്നു. ഉൽപ്പത്തി, സ്ഥിതി, സംഹാരം എന്നിവയില് ഇവിടെ സംഹാര രൂപിണിയായിട്ടുള്ള ദേവിയാണ്. ബ്രഹ്മാണ്ടങ്ങള് കൽപ്പാവസാനത്തില് ദേവിയിൽ ലയിക്കുന്ന ആ ഭാവത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. വിശ്വഗ്രാസ. അപ്പൊ വിശ്വഗ്രാസയായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം.
ഓം വിശ്വഗ്രാസായൈ നമഃ. ഇനി അടുത്ത നാമം വിദ്രുമാഭ. വിദ്രുമാഭ 891. വിദ്രുമം എന്ന് എവിടെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഓർത്തു നോക്കൂ. ദേവിയുടെ ഒരു സ്ഥൂല ശരീരവർണ്ണനയിലെ ഒറ്റ നാമങ്ങളുള്ള ഒരു ശ്ലോകമാണ്. ആദ്യത്തെ ഒരു ഈരടിയിലെ ആദ്യത്തെ ഒരു വരിയാണ്. അത് വളരെ വിഷമമാണ് പലർക്കും പ്രൊനൗൺസ് ചെയ്യാൻ. നവവിദ്രുമ ബിംബശ്രീന്യക്കാരി രതനച്ഛത. നവവിദ്രുമ ബിംബശ്രീന്യക്കാരി രതനച്ഛത. ഇതിന്റെ അർത്ഥം വളരെ നമ്മൾ വിവരിച്ചതാണ്, എല്ലാവർക്കും അറിയുമെന്ന് കരുതുന്നു. അപ്പൊ ഇവിടെ വിദ്രുമം എന്ന് പറഞ്ഞാൽ എന്താണ്? നവവിദ്രുമം. വിദ്രുമമല്ല, നവവിദ്രുമമാണ്. വിദ്രുമം എന്ന് പറഞ്ഞാൽ പവിഴം, പവിഴപ്പുറ്റ്, പുതുതായിട്ടുണ്ടായിരിക്കുന്ന പവിഴപ്പുറ്റ്. ആ പവിഴങ്ങളുടെ കൂട്ടത്തെയാണ് വിദ്രുമം എന്ന് പറയുന്നത്. അപ്പോ വിദ്രുമാഭ എന്ന് പറഞ്ഞാൽ ശരിക്കും പുതുതായി ഉണ്ടായിരിക്കുന്ന വിദ്രുമത്തിന് ഒരു ശോഭയുണ്ട്, അരുണിമയാണ് അതിന്റെ ശോഭ. അരുണവർണ്ണമാണ്. ദേവിയുടെ വർണ്ണം എന്താണ്? സിന്ദൂരാരുണവർണ്ണം. എവിടെയും ദേവിയെ ചുവപ്പ് അല്ലെങ്കിൽ ചുവപ്പിനേക്കാളും ഒന്ന് പാടലമായിട്ടുള്ള പാടലി കുസുമപ്രിയ എന്ന് പറയും. അരുണവർണ്ണാണ്. സർവാരുണാനവദ്യാംഗി, അനവദ്യാംഗി, സർവാരുണാനവദ്യാംഗി. അപ്പോ അരുണവർണ്ണമാണ് ദേവിയുടെ. ഇതുപോലെ തന്നെ നവവിദ്രുമത്തിനും അരുണവർണ്ണമാണ്. ആ പദത്തിന്റെ നാമം മുഴുവന് നവവിദ്രുമ ബിംബം എന്ന് പറഞ്ഞാൽ തൊണ്ടിപ്പഴം. തൊണ്ടിപ്പഴം എന്ന് പറഞ്ഞാലും കടും ചുവപ്പല്ലാത്ത എന്നാൽ ഒരു രേശം പാടല വർണ്ണമുള്ള ചുവപ്പ് നിറമാണ് തൊണ്ടിപ്പഴം. അപ്പോ ഒന്നുകിൽ നവവിദ്രുമം അല്ലെങ്കിൽ ബിംബം, തൊണ്ടിപ്പഴം. ഈ തൊണ്ടിപ്പഴത്തിനെയും നവവിദ്രുമത്തിനെയും എങ്ങനെയാണ് അതിന്റെ ശ്രീയെ, ശ്രീ എന്ന് പറഞ്ഞാൽ അതിന്റെ കാന്തിയെ ന്യക്കരിക്കുന്ന, ന്യക്കാരി എന്ന് പറഞ്ഞാൽ ന്യക്കരിക്കുന്ന, തിരസ്കരിക്കുന്ന. എന്താണ് ദേവിക്കുള്ളത്? രതനച്ഛതങ്ങള്. രതനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഛതം എന്ന് പറഞ്ഞാൽ എന്താ? ഛാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? അനാച്ഛാദനം. ഇതൊക്കെ പറഞ്ഞതാണ്. അനാച്ഛാദനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മന്ത്രി ഇപ്പൊ അനാച്ഛാദനം ചെയ്യാണ് ഒരു പ്രതിമ. അപ്പൊ എന്താ ചെയ്യാ? ഒരു കർട്ടനിട്ട് മൂടി വെക്കും. എന്നിട്ട് അദ്ദേഹം വന്നാൽ 4 വരിക്കും. അപ്പൊ അതിനെ മാറ്റും. അപ്പൊ ഛാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറയ്ക്കുക, അനാച്ഛാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ നീക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ രതനച്ഛത എന്ന് പറഞ്ഞാൽ രതനങ്ങളെ ഛാദനം ചെയ്യുന്നു. രതനം എന്ന് പറഞ്ഞാൽ എന്താണ്? പല്ലുകള്. പല്ലുകളെ ഛാദനം ചെയ്യുന്ന എന്താണ്? കാണാണ്ടോ? അപ്പോ ഇങ്ങനെ കാണിച്ചാലേ കാണുള്ളൂ, ഇങ്ങനെ കൂട്ടിയെ കാണില്ല. പല്ലുകളെ ഛാദനം ചെയ്യുന്നത് ചുണ്ടുകളാണ്. അപ്പൊ രതനച്ഛതം എന്ന് പറഞ്ഞാൽ ചുണ്ടാണ്. നോക്കൂ എത്ര മനോഹരമാണ് ഇതൊക്കെ. ദേവിയുടെ ചുണ്ടുകള് നവവിദ്രുമത്തിനേക്കാളിലും തൊണ്ടിപ്പഴത്തിനേക്കാളിലും ഒക്കെ അതിന്റെയൊക്കെ കാന്തിയെ ഞെക്കരിക്കത്തക്ക രീതിയിലുള്ള അങ്ങനത്തെ രതനച്ഛതങ്ങളാണ് ദേവിയുടെ ചുണ്ടുകൾ എന്നാണ്. ഇതിന്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി വെക്കണം. വളരെ എളുപ്പമാണ്. ഈ 16, 30, 36 ആദ്യത്തെ ശ്ലോകങ്ങളില് വരുന്ന ദേവിയുടെ ആ സ്ഥൂല രൂപ വർണ്ണന എന്നിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ പോകുമ്പോ ഓരോ ശ്ലോകമായിട്ട് വായിക്കുക, മനസ്സിൽ ഓർക്കുക, എന്നിട്ട് ഓർക്കുക അച്ഛാ എന്താ അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ആദ്യം പിടികിട്ടില്ല. ഇപ്പൊ പോകുമ്പോ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഇതിന്റെ അർത്ഥങ്ങളൊക്കെ വരുമ്പോ ഏത് രൂപം ധ്യാനിച്ചാലും ദേവിയുടെ ആ രൂപം നമുക്ക് ധ്യാനത്തിൽ വരും. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും അത്. നവവിദ്രുമ ബിംബശ്രീ ഞക്കാരി രതനച്ഛത എന്ന് പറഞ്ഞ രതനം എന്താണെന്നും ഛാദനം എന്താണെന്നും വിദ്രുമം എന്താണെന്നും ബിംബം എന്താണെന്നും ഞക്കരിക്കുക എന്താണെന്നും ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ വിദ്രുമാഭ എന്ന് പറഞ്ഞാൽ ആ അരുണിമയാണ് ദേവിയുടെ. ഒന്നിനും ഇപ്പൊ ഈ വിദ്രുമാഭ എന്നും ദേവിയുടെ ആ ശോഭയെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ദേവി ഒന്നിനാലും ഉപമിക്കാൻ പറ്റുന്നതല്ല. ദേവിയെ ഒന്നിനെ കൊണ്ടും തുലനം ചെയ്യാൻ പറ്റില്ല. ദേവി അനുപമയാണ്. ഒന്നിനെ കൊണ്ടും ഉപമ ചെയ്യാനും കമ്പയർ ചെയ്യാനും ദേവിയെ കൊണ്ട് പറ്റില്ല. കാരണം അത്രയും ഔന്നത്യത്തിലിരിക്കുകയാണ്. പക്ഷെ നമ്മളെ പോലത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചില ബിംബങ്ങളെ കൊണ്ടും ഉപമകളെ കൊണ്ടും ദേവിയെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോ വിദ്രുമാഭ എന്ന് പറഞ്ഞാൽ ആ പുതുതായിട്ടുള്ള ആ പവിഴപ്പുറ്റിന്റെ അരുണിമയെക്കാളിലും ശോഭയേറിയിരിക്കുന്ന ദേവിയാണ്. ദേവിയുടെ
മുഴുവൻ സ്വരൂപവും അരുണമാണ് എന്നാണ് എല്ലാ ധ്യാന ശ്ലോകങ്ങളും ദേവിയുടെ നാമങ്ങളും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോ സിന്ദൂരാരുണ വിഗ്രഹം എന്നുള്ളതും അതുപോലെ തന്നെ അരുണാം കരുണാതരംഗിതാക്ഷിം എന്ന് പറയുന്നതും അതുപോലെ ദേവിയുടെ അരുണാഭ, ദേവിയുടെ ക്യാരക്ടറാണ്. ദേവി എന്നാൽ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്? ആ അരുണിമയാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ വരുന്ന അരുണൻ എന്ന് പറയുന്ന ആ ആ ചുവപ്പാണ്, പാടലമായിട്ടുള്ള വർണ്ണമാണ്. അതാണ് ദേവിയുടെ ആഭ, അതാണ് ദേവിയുടെ കാന്തി. ഇനി വിദ്രുമം എന്നതിനെ നമ്മളൊന്ന് പിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിത്ത് പ്ലസ് ദ്രുമ പ്ലസ് ആഭ. അപ്പൊ വിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെയാണ്. വിത്തം എന്ന് പറഞ്ഞാൽ ധനമുണ്ട്, ഇവിടെ വിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നുള്ള അർത്ഥമാണ്. വിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. അപ്പൊ ജ്ഞാനം ദ്രുമമാണ്. കൽപ്പദ്രുമം എന്ന് പറഞ്ഞാൽ എന്താണ്? കൽപ്പവൃക്ഷം. അപ്പൊ ദ്രുമം എന്ന് പറഞ്ഞാൽ വൃക്ഷം. അപ്പോ വിജ്ഞാനമാകുന്ന അല്ലെങ്കിൽ ജ്ഞാനമാകുന്ന വൃക്ഷം, ആ വൃക്ഷത്തിന്റെ ആഭ, അതിന്റെ കാന്തിയായിരിക്കുന്നവൾ. അപ്പോ ഈ ലോകത്തുള്ള വിജ്ഞാനങ്ങളെല്ലാം ഒരു വൃക്ഷമായിട്ട് ദേവിയായിരിക്കുകയാണെങ്കിൽ അതിന്റെ ശോഭയാണ് വിദ്രുമാഭ എന്നുള്ളതും എടുക്കാം. ഇവിടെ ശരിക്കും ദേവിയുടെ പ്രത്യക്ഷമായിട്ടുള്ള അരുണാഭ തന്നെയാണ് വിദ്രുമാഭ. അപ്പൊ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓം വിദ്രുമാഭായേ നമ എന്ന് പറയുമ്പോ ദേവിയുടെ ആ അരുണമായിട്ടുള്ള കാന്തി തിളങ്ങിയ രൂപം നമ്മുടെ മനസ്സിലൊക്കെ എന്നും നിലനിൽക്കട്ടെ, വിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത നാമത്തിലേക്ക് കിടക്കാം. വൈഷ്ണവി, എളുപ്പമുള്ള നാമമാണ് വൈഷ്ണവി. വിഷ്ണു ശക്തി രൂപിണിയായിട്ടുള്ള ദേവിയാണ് വൈഷ്ണവി എന്ന് പറയുന്നത്. ഇപ്പോ ദേവി മഹാത്മ്യത്തിൽ നമ്മള് നാരായണീ സ്തുതിയിൽ കാണുന്ന ശ്ലോകമുണ്ട്. ശംഖചക്ര ഗദാ ശാർങ്ങ ഗൃഹീത പരമായുധേ പ്രസീദ വൈഷ്ണവീ രൂപേ നാരായണീ നമോസ്തുതേ. ശംഖചക്ര ഗദാ ശാർങ്ങ ഗൃഹീത പരമായുധേ. ഇത് ആരുടെ അടുത്താണുള്ളതൊക്കെ? ശംഖും ചക്രവും ഗദയും ശാർങ്ങം എന്നുള്ള വില്ലും ഒക്കെ ഇങ്ങനെ ഗൃഹീത എന്ന് പറഞ്ഞാൽ ഗ്രഹിച്ചുകൊണ്ട് ധരിച്ചുകൊണ്ട് നിൽക്കുന്ന പരമായുധേ. ആരാണത്? പ്രസീദ വൈഷ്ണവീ രൂപേ. വിഷ്ണു രൂപത്തിലുള്ള നാരായണി, നിന്നെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പോ വിഷ്ണു ആരാണ് ഇവിടെ? നാരായണി തന്നെയാണ്. ഇനി നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, ശുംഭ നിശുംഭ വധ സമയത്ത് ഓരോ ദേവതകളും വന്ന് നിൽക്കുകയാണ്. ആ ദേവതകൾക്കൊക്കെ ശക്തി പകരുന്നത് ആരാണ്? ദേവിയാണ്. ആ ദേവിയുടെ ശക്തി വേറിട്ട് കഴിഞ്ഞാൽ അത് ശുദ്ധബ്രഹ്മമായി. പിന്നെ അവർക്കൊന്നും ഒരു കർമ്മവും ചെയ്യാൻ പറ്റില്ല. ശുദ്ധബ്രഹ്മമാണ് അവര്. കർമ്മം അവർക്ക് ചെയ്യണമെങ്കിൽ ആര് വേണം? ശക്തി വേണം. അതിന് ശിവശക്തിയായുക്തോ എന്ന് പറയുന്നത് അതാണ് ആചാര്യസ്വാമികള് സൗന്ദര്യലഹരി ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ. അപ്പോ ബ്രഹ്മാവ്, അപ്പൊ ഈ എല്ലാവരും വന്നു നിൽക്കുമ്പോൾ ദേവി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആ ബ്രഹ്മാവിന്റെ ശക്തി മുഴുവൻ ബ്രഹ്മാണിയായിട്ട് ദേവിയായി വരികയാണ്. വിഷ്ണു വൈഷ്ണവി രൂപിണിയായിട്ട് ദേവിയായി നിൽക്കുകയാണ്. മഹേശ്വരൻ മാഹേശ്വരി രൂപിണിയായിട്ട് നിൽക്കുകയാണ്. സുബ്രഹ്മണ്യൻ കൗമാരി രൂപിയായിട്ട് നിൽക്കുകയാണ്. ഇന്ദ്രൻ ഐന്ദ്രി രൂപിയായിട്ട് നിൽക്കുകയാണ്. വരാഹാവതാരം വാരാഹി രൂപധാരിയായിട്ട് നിൽക്കുകയാണ്. അതുപോലെ നരസിംഹാവതാരം നാരസിംഹി രൂപിയായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ സപ്തമാതൃക്കളായിട്ട് ഇവരൊക്കെ ബ്രഹ്മാവിന്റെ രൂപവും വിഷ്ണുവിന്റെ രൂപവും ശിവന്റെ രൂപവും കുമാരന്റെ രൂപവും അതുപോലെ ഇന്ദ്രന്റെ രൂപവും വരാഹത്തിന്റെ രൂപവും നരസിംഹത്തിന്റെ രൂപവും ഒക്കെ ദേവീ രൂപമായിട്ട് സപ്തമാതൃക്കളായി നിൽക്കുന്നു. അതിന്റെ കൂടെ ശിവദൂതി എന്നുള്ള ദേവിയുടെ ശക്തിയും ചാമുണ്ട അഥവാ കാളി എന്ന ശക്തിയും, ഇങ്ങനെ 9 പേര് കൂടിയതാണ് സപ്തമാതൃക്കള്. ആ സപ്തമാതൃക്കളും ഈ 2 പേരും കൂടിയ 9 മാതൃക്കളാണ് ആരുടെ കൂടെ? ചണ്ഡികാദേവിയുടെ കൂടെ എല്ലാ അസുരന്മാരെയും നിഗ്രഹിക്കുന്നത്. ആ സമയത്ത് ശുംഭൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ 9 പേരെയും 10 പേരെയും ഒക്കെ കൊണ്ടുവന്ന് യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ, നിനക്ക് നാണമില്ലേ? നിനക്ക് പറ്റുമെങ്കിൽ ഒരാളായി വന്ന് എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യുക. അപ്പോ ദേവി ചിരിച്ചുകൊണ്ട് പറയാണ്, ശുംഭ നിശുംഭ, നിന്റെ അജ്ഞാനം എത്ര വലുതാണ്. നീയും ഞാനും ഭേദമില്ല ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, നീ ഇല്ല ഇവിടെ എന്ന് പറഞ്ഞ് അവരെയൊക്കെ തന്നിലേക്ക്, ഈ സപ്തമാതൃക്കളെയും തന്നിലേക്ക് ആവാഹിക്കുകയാണ് ദേവി. എന്നിട്ട് ശുംഭനെ വെല്ലുവിളിക്കുകയാണ്.
അപ്പോ അത് തന്നെ ദേവിയാണ്. ഇപ്പൊ ഇവിടെ ബ്രഹ്മസ്വരൂപിണിയായതും വിഷ്ണു സ്വരൂപിണിയായതും ശൈവസ്വരൂപിണിയായതും ഒക്കെ ആരാണ്? ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി ഇവിടെ വൈഷ്ണവി രൂപിണിയായിട്ടുള്ള ദേവിയാണ്. അപ്പോ ആ വൈഷ്ണവി രൂപിണിയായിട്ടുള്ള ദേവിയെ നമുക്കിവിടെ നമസ്കരിച്ച് ഓം വൈഷ്ണവിയേ നമ എന്ന് പറയാം. എന്ന് അടുത്ത നാമത്തിലേക്ക് പോവാ. 893 നാമം വിഷ്ണു രൂപിണി. വിഷ്ണു രൂപിണി എന്ന് പറഞ്ഞാൽ ഇത് തന്നെ വൈഷ്ണവി രൂപത്തിലുള്ള ആ വിഷ്ണു രൂപമായിരിക്കുന്ന ദേവി. ഇപ്പോ വിഷ്ണുവിന്റെ രൂപത്തോട് കൂടിയിട്ടുള്ള ദേവി. വിഷ്ണുവും ദേവിയും വ്യത്യാസമില്ല. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലളിതോപാഖ്യാനത്തില് ദേവി പറയുന്നുണ്ട് എന്താണ്? മമൈവ പൗരുഷം രൂപം ഗോപികാ ജനമോഹനം. എന്താ പറയുന്നത് ലളിതോപാഖ്യാനത്തില്? മമൈവ പൗരുഷം രൂപം ഗോപികാ ജനമോഹനം. എന്റെ ഗോപികളെ മോഹിപ്പിക്കുന്ന രൂപം എന്താണ്? കൃഷ്ണരൂപം എന്താണ്? എന്റെ പൗരുഷ രൂപമാണ്. എന്റെ പൗരുഷമുള്ള രൂപത്തെയാണ് കൃഷ്ണനായിട്ട് ഗോപികളെ മോഹിപ്പിക്കുന്നത് എന്ന് ലളിതോപാഖ്യാനത്തിൽ തന്നെ ദേവി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനും ലളിതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട്. എങ്ങനെ? ഭോഗത്തില് ഭവാനിയായിട്ടും യുദ്ധത്തില് ദുർഗയായിട്ടും കോപത്തില് കാളിയായിട്ടും അതുപോലെ തന്നെ പുരുഷരൂപത്തില് വിഷ്ണുവായിട്ടും ആദ്യയായിട്ടുള്ള മഹേശ ശക്തിയായിട്ടുള്ള 4 രൂപത്തിലുള്ള ആ ദേവിയുടെ ഭിന്ന ഭാവങ്ങളായി സ്വീകരിച്ചു നിൽക്കുന്നതാണ് എന്ന്. അപ്പൊ ആരൊക്കെയാണ്? ഭവാനിയാണെങ്കിലും ദുർഗയാണെങ്കിലും കാളിയാണെങ്കിലും വിഷ്ണുവായി നിൽക്കുന്നതും ആരാണ്? ആ ആദ്യാശക്തിയായിട്ടുള്ള മഹേശിയുടെ 4 രൂപങ്ങളാണ് എന്ന് വിഷ്ണു ലളിതോപാഖ്യാനത്തിൽ പറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുന്നത് എന്താണ്? ശിവനും ശക്തിയും വൈഷ്ണവവും എല്ലാം വിഷ്ണുവും എല്ലാം ഒന്ന് തന്നെയാണ്, ആ മഹാമായ തന്നെയാണ് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ കൂർമ്മപുരാണത്തില് ഇതൊക്കെ പറഞ്ഞു തരുന്നത് നമ്മളെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനുള്ള ഉപോത്ബലകങ്ങളായിട്ടുള്ള ശക്തമായിട്ടുള്ള ലക്ഷണങ്ങളും അതുപോലെ തന്നെ ഉദാഹരണങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോ കൂർമ്മപുരാണത്തില് ഹിമവാന്റെ ഒരു സ്തുതിയുണ്ട്. ദേവിയെ സ്തുതിക്കുന്നുണ്ട്. എങ്ങനെയാണത്? സഹസ്രമൂർധാനമനന്തശക്തിം സഹസ്രബാഹും പുരുഷം പുരാണം ശയാനമബ്ദൗ ലളിതേ തവൈവ നാരായണാഖ്യം പ്രണതോസ്മി രൂപം. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. എവിടത്തെയാണ്? കൂർമ്മപുരാണത്തില് ഹിമവാൻ ദേവിയെ സ്തുതിക്കുന്നതാണ്. സഹസ്രമൂർധാനം അനന്തശക്തിയും എന്താണ്? സഹസ്രമൂർധാവുകളോട് കൂടിയിട്ടുള്ളതും അനന്തമായ ശക്തിയുള്ളതും സഹസ്രബാഹും സഹസ്രം സഹസ്രം എന്ന് പറഞ്ഞാൽ 1000 ആയിരക്കണക്കിന് കരങ്ങളുള്ളതും ബാഹുക്കളുള്ളതും അതുപോലെ തന്നെ വളരെ പൗരുഷമുള്ളതും ആയിട്ടുള്ള പുരാണ പുരുഷനായിട്ടുള്ളതും പുരാണ പുരുഷനായിട്ടുള്ളതും ശയനാബ്ദി മധ്യവും എവിടെയാണ്? ശയനാമബ്ദവും എവിടെയാണ് ശയിക്കുന്നത്? ആ പാലാഴിയില് അല്ലെങ്കിൽ ആ സാഗരത്തില് ക്ഷീരസാഗരത്തില് ശയിക്കുന്ന ലളിതേ തവൈവ. ശയിക്കുന്ന ആരുടെ രൂപമാണ്? ലളിതേ നിന്റെ നാരായണ രൂപത്തെ നാരായണാഖ്യം പ്രണതോസ്മി രൂപം. അങ്ങനെ ശയിച്ചുകൊണ്ടിരിക്കുന്ന ആ സഹസ്ര മൂർധാവും അനന്തശക്തിയും സഹസ്രബാഹുക്കളും പുരാണ പുരുഷനുമായിട്ടുള്ള ആ പാലാഴിയിൽ ശയിക്കുന്ന ലളിതേ നിന്റെ നാരായണ രൂപത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഹിമവാൻ കൂർമ്മപുരാണത്തിൽ പറയുന്നത്. അപ്പൊ ഇതൊക്കെ കാണിച്ചു തരുന്നത്, എല്ലാ പുരാണങ്ങളിലും കാണിച്ചു തരുന്നത് ദേവി തന്നെയാണ് നാരായണനും, ദേവി തന്നെയാണ് വിഷ്ണുവും, ദേവി തന്നെയാണ് ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ഒക്കെ എന്നുള്ളതാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. കുറെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ വളരെ കൂടുതൽ ഇത് പോപ്പുലർ ആയിരിക്കുന്നത് ഒരു 1965-70കളിലായിരുന്നു. അപ്പോ ഈ നമ്മുടെ നാട്ടിലെ യുക്തിവാദികളൊക്കെ കത്തി നിന്നിരുന്ന കാലമായിരുന്നു 70-80കളൊക്കെ. അവരൊക്കെ പറയുണ്ടായിരുന്നു എവിടുന്ന് കൊണ്ടുവന്നാണ്, നാരായണൻ എന്നുള്ള കൺസെപ്റ്റേ ഇല്ല ഇവിടെ, ശിവനും ശക്തിയേ ഉള്ളൂ കേരളത്തില്, നാരായണനെ ആര്യന്മാര് കൊണ്ടുവന്നതാണ്. അതൊന്നുമല്ല, നമ്മുടെ പുരാണങ്ങളും വേദങ്ങളുമാണ് നമ്മൾക്ക് ജീവിക്കാനുള്ള മാർഗം പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് ധാരാളം നമ്മൾ കണ്ടതാണ് ഈ ലളിതാ സഹസ്രനാമത്തില്. അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതൊക്കെ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്
ഇത് പറഞ്ഞു തന്നത് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് പറയുമ്പോൾ നാരായണ സ്വരൂപിയായിട്ടുള്ള നാരായണി തന്നെയാണ് അത് എന്നോർത്തുകൊണ്ട് നമുക്ക് ഈ നാമം ഇവിടെ അവസാനിപ്പിക്കാം. ഓം വിഷ്ണു രൂപിണ്യേ നമഃ. 894 നാമം അയോനിഹി. അയോനി. യോനി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിൽ മാത്രമുള്ളതാണ് അശ്ലീല ശബ്ദമായിട്ട് യോനിയെ ഉപയോഗിക്കുന്നത്. യോനി എന്ന സംസ്കൃത ശബ്ദത്തിന് ഉദ്ഭവസ്ഥാനം, കാരണസ്ഥാനം എന്നുള്ള കൃത്യമായിട്ടുള്ള അർത്ഥം. അപ്പോ ഉദ്ഭവസ്ഥാനമാണ്. അപ്പോ അനാദിയായവളാണ് ദേവി. ദേവിക്ക് ഉദ്ഭവസ്ഥാനമേ ഇല്ല. അതുകൊണ്ട് ദേവിയെ അയോനി എന്ന് പറയുന്നു. ദേവിക്ക് ഒരു കാരണവുമില്ല. അതുകൊണ്ട് ദേവിയെ എന്ത് പറയുന്നു? കാരണമില്ലാത്തവളാണ് അയോനി എന്ന് പറയുന്നു. അപ്പോ ജനന മരണമില്ലാത്തവളാണ് ദേവി. ആദിമധ്യാന്തരഹിതയാണ്. ആദിയുമില്ല, മധ്യവുമില്ല, അന്തവുമില്ല ദേവി. അതുകൊണ്ട് ദേവി ആദിമധ്യാന്തരഹിതയാണ്. ദേവിക്ക് ഉദ്ഭവവുമില്ല, കാരണവുമില്ല. അപ്പൊ യോനിയില്ല ദേവിക്ക്. അതുകൊണ്ട് ദേവിയെ അനാദിയായിട്ട് കാണുന്നു. അതുപോലെ തന്നെ യോനിക്ക് മറ്റൊരർത്ഥം സ്ഥാനം, പീഠം, ഇരിപ്പിടം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ദേവി സ്ഥാനരഹിതയാണ്. ദേവിയെ നമുക്ക് ത്രികൂട പർവ്വതത്തിന്റെ മുകളിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് ബിന്ദുമണ്ഡലവാസിനിയായിട്ട് ശ്രീചക്രത്തിന്റെ മധ്യത്തിൽ കാണാം. അവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. തന്ത്ര ആരാധനയിൽ പോകുമ്പോ നമ്മള് ബിന്ദുമണ്ഡലവാസിനിയായിട്ട് ദേവിയെ കാണും. കുണ്ടലിനി ആരാധനയിൽ പോകുമ്പോ സഹസ്രാര ചക്രത്തിലെ ബിന്ദുമണ്ഡലവാസിനിയായിട്ട് ദേവിയെ കാണും. അതുപോലെ തന്നെ ബ്രഹ്മസ്വരൂപിണിയാവുമ്പോ കൽപ്പാന്തകാലത്തിൽ എല്ലാം ലയിച്ചിരിക്കുമ്പോ ആ ബ്രഹ്മം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബിന്ദുമണ്ഡലവാസിനിയായ ദേവിയെ കാണാം. സ്ഥാനമുണ്ടോ ദേവിക്ക്? സ്ഥാനമില്ല. പീഠവും ഇരിപ്പിടവും ഒന്നുമില്ല. ഇനി ദേവിയുടെ അഡ്രസ്സ് ചോദിച്ച് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ദേവി കദംബ വനവാസിനി, അത് കഴിഞ്ഞ് സുധാസാഗര മധ്യസ്ഥ, കാമാക്ഷി, കാമദായിനി എന്നൊക്കെ പറയും. സുധാസാഗര മധ്യത്തില് കദംബ വനത്തിന്റെ അവിടെ ദേവി ഇരിക്കണു എന്നൊക്കെ പറയും. അവിടെ ഒന്നുമല്ല ദേവി, അതൊക്കെ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥാനങ്ങളാണ്. ദേവി സ്ഥാനരഹിതയാണ്. ദേവിക്ക് ഒരു പീഠവുമില്ല. ദേവി എവിടെയാണ്? ഇരിപ്പിടമില്ല ദേവിക്ക്. വിശ്വസ്വരൂപിണിയാണ് ദേവി, ബ്രഹ്മമാണ് ദേവി. അതിനാൽ ദേവി അയോനി എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പൊ ഉത്ഭവസ്ഥാനമില്ല ദേവിക്ക്, കാരണമില്ല ദേവിക്ക്, ഇരിപ്പിടമില്ല ദേവിക്ക്, അതുപോലെ തന്നെ പീഠങ്ങളില്ല ദേവിക്ക്. അതിനൊക്കെ അപ്പുറമാണ് ദേവി. അതുകൊണ്ട് ദേവി അയോനി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി അടുത്ത നാമം യോനി നിലയ. യോനി നിലയ 895 നാമം. യോനി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി സ്ഥാനമാണെന്ന് നമ്മൾ കണ്ടു. നിലയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അപ്പൊ എവിടെയാണ്? യോനി നിലയ എന്ന് പറഞ്ഞാൽ സർവപ്രപഞ്ചവും ദേവിയിലെ ഉൽപ്പന്നമാകുന്നു, ദേവിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അപ്പോ ഉൽപ്പത്തി സ്ഥാനം ദേവി തന്നെയാണ്. അപ്പൊ ദേവി അയോനിയാണ്. അപ്പൊ ദേവി തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നതും ഈ പ്രപഞ്ചം മുഴുവൻ സംഹരിക്കുന്നതും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയിൽ തന്നെയാണ് അത് ലയിക്കുന്നതും. അതുകൊണ്ട് ഈ യോനി, ഈ സൃഷ്ടി എന്ന് പറയുന്ന ഉത്ഭവ സ്ഥാനം, ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവ സ്ഥാനം ആരാണ്? ദേവി തന്നെയാണ്. ദേവിക്ക് യോനിയില്ല, ദേവിക്ക് ഉത്ഭവസ്ഥാനമില്ല. പക്ഷെ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി ഉൽപ്പത്തി സ്ഥാനം നിലയമാക്കിയവളാണ് ദേവി. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉൽപ്പത്തി ദേവിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അങ്ങനെ കണക്കാക്കുമ്പോൾ ദേവി തന്നെ യോനിയാണ്. ആ യോനി നിലയമാക്കിയവളാണ് ദേവി. അതുകൊണ്ട് ദേവി യോനി നിലയ എന്ന് പറയുന്നു. അപ്പോ പരബ്രഹ്മം തന്നെയാണ് ദേവി എന്ന് പറയുന്നു. ഇപ്പോ ശരിക്കും നമ്മൾ പറയാച്ചാൽ യോനിക്ക് മറ്റൊരർത്ഥം ബിന്ദുമണ്ഡലം നമ്മൾ പറഞ്ഞു. ശ്രീചക്രത്തിന്റെ 4 മുകളിലോട്ട് മുഖമുള്ള ചക്രങ്ങളുണ്ട്. മുകളിലേക്കുള്ള ചക്രങ്ങൾ, 4 ചക്രങ്ങൾ, അത് ശിവചക്രങ്ങളാണ് എന്ന് പറയും. 5 എണ്ണം താഴേക്കുള്ളതാണ്. അവസാനത്തെ എത്തുമ്പോൾ നമ്മള് ഭൂപുരങ്ങളും അതുപോലെ ഓരോ ചക്രങ്ങളും കണ്ടു നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ അവസാനമുള്ള ഈ 4 മുകളിലേക്കുള്ള ചക്രങ്ങളും 5 താഴേക്കുള്ള ചക്രങ്ങളും കൂടിച്ചേരുമ്പോൾ നടുവിലുണ്ടാകുന്ന ഒരു ചക്രം, ആ ചക്രത്തിന്റെ നടുവിലുള്ള ഒരു ബിന്ദു, ആ ബിന്ദുവിനാണ് പറയുന്നത് സർവാനന്ദമയ ചക്രം എന്ന്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നാമം ഇതുമായിട്ട് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ആ സർവാനന്ദമയ ചക്രത്തിന്റെ ബിന്ദു സ്ഥാനത്തിൽ ദേവി ഇരിക്കുന്നു. തന്ത്രശാസ്ത്ര പ്രകാരം ദേവിയെ യോനി എന്ന് പറയുന്നത് ആ ഒരു സർവാനന്ദമയ ചക്രത്തിനെ യോനി എന്ന് പറയുന്നു. അതുകൊണ്ട് ആ യോനി വാസസ്ഥാനമാക്കിയ ദേവി. അതുകൊണ്ട് ദേവി യോനി നിലയ അവിടെ.
ആ അർത്ഥത്തില്. ഇനി അതുപോലെ തന്നെ ദേവി ഇവിടെ നമ്മള് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഇന്നലെ ഗ്രൂപ്പിലിട്ടിരുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ വരുന്നതാണ് അതൊക്കെ. നമ്മൾ എന്തെങ്കിലും നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് നമ്മൾക്ക് ദൈവം, ആ ദേവി തന്നെ നമ്മൾക്കത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ തുറന്നു തരും. അതെങ്ങനെയാണെന്ന് അറിയില്ല, തുറന്നു വരും എന്നുള്ളതാണ്. അപ്പൊ ഇന്നലെ നമ്മള് എന്താണ് കണ്ടത്? കാശിയിലെ ബിന്ദുമാധവനെ കണ്ടു നമ്മൾ, അല്ലെ? ബിന്ദുമാധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ആ വീഡിയോയില് എന്തായിരുന്നു? 4 ശൈവചക്രങ്ങളും 5 ശക്തി ചക്രങ്ങളും ശക്തി ത്രികോണങ്ങളും കൂടി നടുവിൽ വരുന്ന ആ ആനന്ദമയ സർവാനന്ദമയ ചക്രത്തില് ബിന്ദുവായിരിക്കുന്ന ആ വിഷ്ണു സ്വരൂപിണിയായിട്ടുള്ള ദേവി, ആ മാധവൻ, ആ വിഷ്ണു. നേരത്തെ വിഷ്ണു രൂപിണി എന്നപ്പോ ദേവി തന്നെയാണെന്ന് പറഞ്ഞു. ഇവിടെ നോക്കൂ, അങ്ങനെ ഒരു അർത്ഥം ഇവിടെ ആരും വിവരിച്ചിട്ടില്ല. പക്ഷെ ബിന്ദു മാധവനെ നമ്മൾ കേട്ടപ്പോൾ നമുക്കറിയാം, ആ ബിന്ദു മണ്ഡലത്തിലിരിക്കുന്ന ആ വിഷ്ണുവിന്റെ രൂപത്തിലിരിക്കുന്ന ദേവിയാണ് അവിടെ എന്നാണ് അവിടെ പറയുന്നത്. കാശിയിലിരിക്കുന്ന പഞ്ചഗംഗാ ഘാട്ട് കയറി മുകളിലോട്ട് ചെന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെത്താം നമുക്ക്. ഏത്? ബിന്ദു മാധവ ക്ഷേത്രത്തില്. അപ്പോ അങ്ങനെ ആ ബിന്ദുവിലിരിക്കുന്ന ആ ബിന്ദു നിലയമാക്കിയിട്ടുള്ള ദേവിയെയാണ് യോനി നിലയ എന്ന് പറയുന്നത്. അപ്പൊ വിശ്വം തന്നെ യോനിയായി അതിൽ വസിക്കുന്ന ദേവി, അല്ലെങ്കിൽ ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്ന ദേവി, ആ ദേവിയെ യോനി നിലയ എന്ന് പറയുന്നു. ഇനി 896 നാമം കൂടസ്ഥ. കൂടസ്ഥം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇതിനു മുന്നേയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എവിടെയാ പറഞ്ഞതെന്ന് ഓർത്തു നോക്കുക. കൂടം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള അർത്ഥം അജ്ഞാനം എന്നാണ്. കൂടം അജ്ഞാനം, അല്ലെങ്കിൽ കൂടം ഗൂഢം, രഹസ്യം, ഇങ്ങനെയുണ്ട്. ശരിക്കും ഇവിടെ നമ്മള് അജ്ഞാനം എന്ന് തന്നെ എടുക്കാം നമുക്ക്. അപ്പോ ശരിക്കും ദേവി എന്താണ്, അല്ലെങ്കിൽ നാം ഓരോരുത്തരും എന്താണ്? നാം ഓരോരുത്തരും എന്താണ്? ആ ബ്രഹ്മാനന്ദ സ്വരൂപം തന്നെയാണ്. പക്ഷേ അത് തെളിഞ്ഞു വരില്ല, മറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മറഞ്ഞിരിക്കുന്നത്? മായയാൽ മറഞ്ഞിരിക്കുകയാണ്. അപ്പോ ബ്രഹ്മാനന്ദ സ്വരൂപത്തെ ആവരണം ചെയ്തിട്ട് ജീവനെ പ്രാപഞ്ചിക ബന്ധനത്തില് കുടുക്കിയിടുക. രാഗസ്വരൂപ പാശാഢ്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ രാഗം കൊണ്ട്, രാഗമാകുന്ന പാശം കൊണ്ട് കുടുക്കുകയാണ്. ആ കുടുക്കുന്ന ആ കുടുക്കാണ്, അല്ലെങ്കിൽ ആ മറയാണ്, അല്ലെങ്കിൽ ആ അജ്ഞാനമാണ്, ആ രഹസ്യമാണ് ഇവിടെ കൂടസ്ഥ എന്ന് പറയുന്നത്. ആ കൂടസ്ഥയായിരിക്കുന്നത് ആരാണ്? ദേവി തന്നെയാണ് മായാസ്വരൂപിണിയായിരിക്കുന്നത്. അപ്പൊ ശരിക്കും എന്താണ്? ആ ബ്രഹ്മാനന്ദം, ബ്രഹ്മസ്വരൂപത്തെ, നമ്മിൽ തന്നെയുള്ള ചൈതന്യമായിട്ടുള്ള ആ ദേവി ബ്രഹ്മസ്വരൂപത്തെ നമ്മൾക്ക് കാണിച്ചു തരാതെ അതിനെ മാറ്റി നിർത്തിയിട്ട്, മറച്ചു നിർത്തിയിട്ട്, അജ്ഞാനം നമ്മളിൽ നിറച്ച് ഞാനും നീയും രണ്ടാണെന്ന് നമ്മളില് അങ്ങനെ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ഇണ്ടൻ, അതാണ് നമ്മൾ തേടി നടക്കുന്നത്. അതിനെയാണ് ഇവിടെ അതിനെയാണ് എന്ത് പറയുന്നത്? കൂടം എന്ന് പറയുന്നത്. ആ കൂടം സ്ഥാനമായിട്ടുള്ളവളാണ് ദേവി. അതുകൊണ്ട് കൂടസ്ഥ എന്ന് പറയുന്നു. ഇവിടെ ഹരിനാമ കീർത്തനത്തിലെ ഒരു ശ്ലോകം: ഔദുംബരത്തിൽ മശകത്തിന്നു തോന്നും അതിൽ മീതെ കഥാപി സുഖമില്ലെന്നു തത്പരിചു ചേതോ വിമോഹിനി മയക്കായികമായ തവ ദേഹോഹമെന്ന വഴി നാരായണായ നമ. ഔദുംബരത്തിൽ മശകത്തിന്നു തോന്നുമതിന്മീതെ. ഔദുംബരം എന്ന് പറഞ്ഞാൽ ഉദുംബ പഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരം. അപ്പൊ ഔദുംബരം എന്ന് പറഞ്ഞാൽ അത്തിമരം, ഫിഗ് ട്രീ, അത്തിമരത്തിനാണ് ഔദുംബരം എന്ന് പറയുന്നത്. മശകം എന്ന് പറഞ്ഞാൽ ചെറിയ ഈച്ച, അല്ലെങ്കിൽ എന്താ പറയാ, നുഴമ്പ് എന്നൊക്കെ പറയാം. അപ്പൊ അത്തിപ്പഴം, അത്തിപ്പഴത്തിന് ഇരിക്കുന്ന, അത്തിപ്പഴത്തിന്റെ ഉള്ളില് പഴുത്തു കഴിഞ്ഞാൽ അത്തിപ്പഴത്തില് ഇങ്ങനെ ചെറിയ പ്രാണികളും അതുപോലെ തന്നെ നുഴമ്പുകളൊക്കെ വരും, അങ്ങനെയുള്ള കൊതുകുകൾ വരും. അങ്ങനെ അതിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു മശകം, അല്ലെ? അതെന്താ തരുന്നത്? അതിന് തോന്നും അതിന്മീതെ കഥാപി സുഖമില്ലെന്നു തത്പരിച്ചു. ഇതിൽ കൂടെ ഈ അത്തിപ്പഴത്തിന്റെ ഉള്ളിലിരുന്ന് ഈ ചീഞ്ഞ അത്തിപ്പഴവും നുകർന്നിരിക്കാൻ എന്നതൊഴികെ ഈ ലോകത്ത് ഒരു സുഖവുമില്ല എന്ന് തത്പരിചോ, സ്വയം തീരുമാനിച്ചിരിക്കുന്ന ആരാണ്? മശകം, നമ്മളാണ്. ഈ മശകത്തിന് ഈ മശകത്തിനെ പോലെയാണ് നമ്മള്. ഇപ്പൊ പുറത്ത് വളരെ മനോഹരമായിട്ടുള്ള, ഇതിലും നല്ല തേനൂറുന്ന പഴങ്ങളുണ്ട്, നല്ല പുഷ്പങ്ങളുണ്ട്, അതിന്നൊക്കെ നിങ്ങൾക്ക് നുകരാം. ഇതൊന്നും ആ പ്രാണി, അതിന് ഈ ചീഞ്ഞ മണ്ണുള്ള അത്തിപ്പഴം ഇഷ്ടമുള്ളൂ.
അതിന്റെ ഉള്ളിൽ പോയി നിൽക്കും, അത് പഴുത്ത് വീണതിന്റെ മുന്നേ അല്ല വീണാലോ ഒക്കെ അല്ലെ. അപ്പോ ആ വീണ് കഴിഞ്ഞ് ചീഞ്ഞ് കിടക്കുന്നതിൽ ഇരിക്കുന്ന അതിന്റെ ആ സുഖം, അത് തന്നെയാണ് മനുഷ്യനും നമ്മളുടെ ഒക്കെ സുഖങ്ങള്. അത് തന്നെ തത്പരിച, അത് വേറെ സുഖമില്ല എന്ന് കഥാപി ഒരിക്കലും വേറൊരു സുഖമില്ലെന്ന് സ്വയം വിശ്വസിച്ചിരിക്കുകയാണ് നമ്മള്. എന്നിട്ട് എങ്ങനെയാണ് ചേതോ വിമോഹിനി മയക്കായിക, ചേതോ വിമോഹിനിയായിട്ടുള്ള മായ എന്നെ മയക്കരുതേ, തവ മായ എന്നെ മയക്കരുതേ. എന്ത് പറഞ്ഞിട്ട്? ദേഹോഹം എന്ന്. എന്താ പറയുന്നത്? ഈ ശരീരമാണ് ഞാൻ, ഈ ശരീരത്തിന്റെ സ്വാദാണ് എന്റെ, ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ എനിക്ക് കിട്ടുന്ന സുഖമാണ് എന്റെ എന്ന് പറഞ്ഞ് പഞ്ചേന്ദ്രിയങ്ങളാൽ ഒട്ടിയിട്ട് എന്റെ എനിക്ക് എന്ന് പറഞ്ഞ് ചേതോ വിമോഹിനി മയക്കായികമായ തവ ദേഹോഹം എന്ന വഴി നാരായണായ നമഃ. എത്ര മനോഹരമാണെന്ന് അർത്ഥമുള്ളൂ. അത് തന്നെയാണ് കൂടസ്ഥം. ഈ മായയില് മുഴുകിയിരിക്കുക, ആ മായ ദേവിയാണ് ബ്രഹ്മത്തിൽ നിന്ന് നമ്മളെ മറച്ചു വെക്കുന്നത്. അതുകൊണ്ട് ദേവി എന്ത് പറയുന്നു? കൂടസ്ഥം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കൂടസ്ഥം എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിപ്പിച്ചു എന്നുള്ളത്. കൂടസ്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടം അല്ലെങ്കിൽ കൂടസ്ഥം എന്ന് പറഞ്ഞാൽ കൊല്ലന്റെ ആലയിലുള്ള വലിയ ഒരു ഇരുമ്പ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പൊ കൊല്ലന്റെ ആലയൊന്നും കാണില്ല ആരും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. എന്തിപ്പോ ഒരു നമുക്ക് കത്തി ഉണ്ടാക്കണമെങ്കിലും അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ്, കൈക്കോട്ടും മടാളും വിഷു ഒക്കെ ആയി കഴിഞ്ഞാൽ കൈക്കോട്ടും ചാലിന് ആവണേന്റെ മുന്നേ നമ്മുടെ വീട്ടിലൊക്കെ പുതിയ കൈക്കോട്ടും മടാളും ഒക്കെ കൊണ്ടുവന്ന് വെക്കും. അപ്പൊ അത് ഉണ്ടാക്കുന്ന നമ്മൾ പോവും. അവർക്ക് ഇത്ര വേണം, നമ്മൾ ഓർഡർ കൊടുക്കണം, എന്നാലേ പോവുള്ളൂ. അപ്പൊ ഞങ്ങൾ പോവാറുണ്ട്. ഒരു ഒറ്റ കൊല്ലനേ ഉള്ളൂ, കരുവാൻ എന്ന് പറയും. അവന്റെ ആലയിൽ പോവും. അവരൊക്കെ പോയി അന്യം നിന്ന് പോയി, അവരുടെ വംശം തന്നെ. അപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു കൂടസ്ഥം ഉണ്ടായിരിക്കും. അവിടെ ഒരു കൂടം, വലിയ ഒരു പ്ലാറ്റ്ഫോം. അത് അയാളുടെ അച്ഛന്റെ അച്ഛനും ഒക്കെ അത് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ മുകളിൽ ചുട്ട് പഴുപ്പിച്ചിട്ടുള്ള ഒരു നമ്മൾ ഏതാണ് ഇപ്പൊ വാളാണ് ഉണ്ടാക്കേണ്ടത്, അരിവാളാണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ കത്തിയാണ്, വെട്ടുകത്തിയാണ്, കഴക്കോട്ടാണ് വേണ്ടത്, മൺവെട്ടിയാണ്, പിക്ടാക്സ് ആണ് വേണ്ടത്, അതിന്റെ രൂപത്തിലുള്ള ഇരുമ്പ് വെച്ചിട്ട് പഴുപ്പിക്കും അതിനെ ആലയിലിട്ടിട്ട്. എന്നിട്ട് ഈ കൂടത്തിന്റെ മുകളിൽ വെക്കും. എന്നിട്ട് വലിയ ഇതുകൊണ്ട് അടിക്ക് ഉറക്കെ അതിന്റെ മുകളിൽ അടി കൊള്ളുന്നത് ആർക്കാണ്? ശരിക്കും കൂടത്തിനാണ്. കൂടത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അത് ഇരുമ്പ് കത്തിയായിട്ടും മൺവെട്ടിയായിട്ടും പിക്കാക്സ് ആയിട്ടും അതുപോലെ തന്നെ അരിവാളായിട്ടും ഒക്കെ രൂപപ്പെടും. ഈ കൂടസ്ഥം തന്നെ അയാളുടെ മകനും കരുവാനാവുമ്പോ അതേ കൂടസ്ഥം യൂസ് ചെയ്യും. അതിന്റെ അർത്ഥം എന്താണ്? ചിരകാലം നിലനിൽക്കുന്ന ഒന്നാണ് കൂടസ്ഥം. അതിന് നാശമില്ല. അതുപോലെ തന്നെയാണ് ദേവിയും. ദേവി ഇവിടെ എങ്ങനെയാണ്? കൂടസ്ഥയാണ് ദേവി. ഈ ബ്രഹ്മം ഉണ്ടാവും, ബ്രഹ്മം നശിക്കും, ബ്രഹ്മം ദേവിയിൽ ലയിക്കും, തിരോധാനം ഉണ്ടാവും, വീണ്ടും ദേവി അതിനെ കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരും. ഇതൊക്കെ ചെയ്യുമെങ്കിലും, പഞ്ചകൃത്യങ്ങൾ ദേവി ചെയ്യുമെങ്കിലും ദേവിക്ക് നാശമില്ല. ഏതുപോലെ? കൊല്ലന്റെ ആലയിലെ കൂടം പോലെ. അതാണ് കൂടസ്ഥം. ഇതേ അർത്ഥം നേരത്തെയും പറഞ്ഞിരുന്നു. അപ്പൊ കൂടസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായയാൽ മൂടിക്കിടക്കുന്ന ബ്രഹ്മം, നമ്മളിലൊക്കെ നമ്മുടെ ആ ചൈതന്യത്തെ മൂടിയിട്ട് നമ്മളായി നമ്മളെ ലീലകൾ ആടിപ്പിക്കുന്ന ദേവി കൂടസ്ഥമാണ്. അതുപോലെ തന്നെ ഒരിക്കലും നശിക്കാത്ത ആ കൊല്ലന്റെ ആലയിലെ കൂടം പോലെ എന്നും പെർമനന്റ് ആയിരിക്കുന്ന ആ ശക്തി ദേവിയാണ്. അതുകൊണ്ടും കൂടസ്ഥം എന്ന് പറയുന്നു. ഓം കൂടസ്ഥായേ നമ. ഈ നാമം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അല്ലെങ്കിൽ വീണ്ടും ചോദിക്കാം. അപ്പൊ നമുക്ക് ഗ്രൂപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. 897 നാമം കുലരൂപിണി അല്ലെങ്കിൽ കുളരൂപിണി. കുലരൂപിണി അല്ലെങ്കിൽ കുളരൂപിണി. പാണിനി സൂത്രങ്ങൾ ഉണ്ടാക്കിയപ്പോ പറഞ്ഞിട്ടുണ്ട് ലാ ളായോര ഭേദ, ലാ എന്നുള്ളതും ള എന്നുള്ളതും ഭേദമില്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പാണിനി. അപ്പൊ ലായും ളായും ഭേദമില്ലാത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് കുലരൂപിണി എന്നും പറയാം, കുളരൂപിണി എന്നും പറയാം. ശരിക്കും പല നമ്മള് ഇല എന്നേ പറയുള്ളൂ, ഇള എന്ന് പറയില്ല. അതുപോലെ തന്നെ ലാ എന്നുള്ള ഒരു അക്ഷരം മാത്രമേയാണ് ഇപ്പൊ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാലുള്ളൂ. നമ്മൾക്കാണ് ലായും ളായും വ്യത്യസ്ത അസ്ത്രങ്ങളുള്ളൂ. പക്ഷെ രണ്ടും ഒരേ അർത്ഥമാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? രണ്ടും ഒരേപോലെ ഉപയോഗിക്കാവുന്ന. ഇവിടെ ഇതേപോലെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ പണ്ടൊരു ദിവസം പഞ്ചാബിൽ ഒരു റെസ്റ്റോറന്റിൽ പോയപ്പോ നമ്മൾ കണ്ടു, ഏത്
പീത്വാ 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 യാവത് പതതി ഭൂതലേ ഉത്ഥാപയ പീത്വാ പുനർജന്മന വിദ്യതേ എന്നുള്ള ഒരു സൂക്തം കണ്ട് ഏതോ പഞ്ചാബി കള്ളു കുടിക്കാൻ വേണ്ടി എഴുതിയതാണെന്ന് ഞാൻ കരുതിയതായിരുന്നു. പക്ഷേ പിന്നെ ഈ ലളിതാ സഹസ്രനാമമൊക്കെ എടുത്തിട്ട് കുളാർണവം കുടിച്ചു മതിക്കുന്ന യോഗിയുടെ അവസ്ഥയാണതെന്ന്, കുളാർണവ തന്ത്രത്തിൽ ഒരു മന്ത്രമാണ് എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ അതിശയം തോന്നിപ്പോയി. അപ്പൊ നമ്മളുടെ കാലുകളിൽ ഇങ്ങനെ തട്ടി വീഴും നമ്മള്. അത് അത്ഭുതം തന്നെയാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്നില്ലേ, ശരിയാണത്. അത് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ കണ്ടെത്തും. അതുപോലെ ഇങ്ങനെ ഞാനിപ്പോ ചികിത്സയ്ക്ക് പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ദിവസം ഇങ്ങനെ പോയി, ഒരു 10-21 ദിവസം പോയപ്പോൾ ഡോക്ടർ PKV ആനന്ദ്, അദ്ദേഹം ഈ പുസ്തകം കാണുന്നുണ്ടോ, വായിക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല, കാരണം ഉൾട്ടയായിരിക്കും. അദ്ദേഹം ആനന്ദരായ മഖി എന്നുള്ള ഒരു സംസ്കൃത പണ്ഡിതൻ ഉണ്ടായിരുന്നു അത്ര, ഞാൻ കേട്ടിട്ടില്ല. ആ സംസ്കൃത പണ്ഡിതൻ ഒരു ആയുർവേദ നാടകം, ഒരു നാടകമാണത്, നാടകം രചിച്ചിട്ടുണ്ട്. ആ നാടകം അദ്ദേഹം സംസ്കൃതത്തിൽ നിന്നും ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ള അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹം സീനിയർ ആണ്, പ്രിൻസിപ്പാൾ അല്ല, അസിസ്റ്റന്റ് പ്രിൻസിപ്പാൾ ആണ്. അദ്ദേഹമാണ് ഞങ്ങളെ ചികിത്സിച്ചത്. അദ്ദേഹത്തോട് വളരെയധികം സൗഹൃദമായി. ഒരു ഒന്നരാടൻ കൂടുമ്പോൾ 1 മണിക്കൂർ ഇരുന്നിട്ട് സത്സംഗം ചെയ്യാൻ വരുമായിരുന്നു അദ്ദേഹം. എല്ലാ തിരക്കുകളും മാറ്റി കോളേജ് വിട്ട് കഴിഞ്ഞാൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും മിക്കവാറും ഞങ്ങള് ക്യാൻറ്റീനിൽ പോകുമായിരുന്നു, തൊട്ടടുത്ത് തന്നെ ഉള്ളത്. അപ്പോ അദ്ദേഹമാണ് പറഞ്ഞത്, വിശ്വാമിത്രൻ, വിശ്വാവസു, പാണിനി തന്നെ സൂത്രങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ പാണിനി ജനിക്കുന്നതിന് മുന്നേ സംസ്കൃത ഭാഷ ഉണ്ടായിരുന്നു, അത് നമുക്കറിയാം. അത് ഡമരു അദ്ദേഹത്തിന്റെ ഉടുക്കിൽ നിന്നാണ് വന്നത്, അല്ലെ, ശബ്ദങ്ങള്. അപ്പോ 51 ശബ്ദങ്ങള്. അപ്പോ പാണിനി ജനിക്കുന്നതിന് മുന്നേ ഇവരൊക്കെ ഉണ്ടായിരുന്നു, വിശ്വാവസുവും വിശ്വാമിത്രനും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ക്രോഡീകരിച്ച് ഒരു നിയമം കൊടുത്ത് എല്ലാം നിയമപരമാക്കിയിട്ട് സൂത്രങ്ങൾ ഉണ്ടാക്കി ഇതേ രൂപത്തിൽ വേണമെന്ന് ചിട്ടപ്പെടുത്തി വെച്ചത് ആരായിരുന്നു? ഭാഷയെ പാണിനിയായിരുന്നു. പക്ഷെ പാണിനി തന്നെ 2 പേരെ വെറുതെ വിട്ടുത്രേ. ഇവരെ നേരാക്കാൻ എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞിട്ട്. ഇത് അദ്ദേഹം പറഞ്ഞതാണ്, ഈ ഡോക്ടർ PKV ആനന്ദ്, ഞാൻ കേൾക്കാത്തതായിരുന്നു. 2 പേരാരായിരുന്നു? ഒന്ന് വിശ്വാമിത്രൻ, ഒന്ന് വിശ്വാവസു. ഞാനിങ്ങനെ വിശ്വാമിത്രനും അഗസ്ത്യനും തമ്മിലുള്ള പിന്നെ അല്ല, വസിഷ്ഠനും തമ്മിലുള്ള യുദ്ധത്തെ പറ്റിയിട്ടും വസിഷ്ഠ ഗുഹയെ പറ്റിയിട്ടും ഒക്കെ കുറെ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ നമ്മളും പറഞ്ഞു. അപ്പോ ഉടനടി പറയാണ്, എനിക്ക് ചികിത്സയായിട്ടാണ്, സ്പിരിച്വാലിറ്റി അത്ര കൂടുതൽ ഗന്ധമില്ല, എന്നാൽ വിഷചികിത്സ എന്ന് പറയുന്ന വിഷം കൊണ്ട് ആളുകളെ ഉപദ്രവിക്കാമെന്നും വിഷം ഇറക്കാനുള്ള ചികിത്സ ഉണ്ടാക്കണമെന്നും ലോകത്തിന് ആദ്യമായി കാണിച്ചു കൊടുത്ത വിശ്വാമിത്രനായിരുന്നു. വിശ്വാമിത്രൻ ഈ വസിഷ്ഠനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ യുദ്ധങ്ങളൊക്കെ നമ്മള് നേരത്തെയും പറഞ്ഞതാണ്, 100 മക്കളും വസിഷ്ഠൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ വിശ്വാമിത്രൻ ഈ വസിഷ്ഠന്റെ ഗൃഹത്തില് വൈക്കോലിൽ പൊതിഞ്ഞ് കുറെ വിഷജന്തുക്കളെ ഉണ്ടാക്കിയിട്ട് അതിൽ വിഷം വെച്ചിട്ട് കൊണ്ടുപോയി വിട്ടുത്രേ. കുറെ മക്കൾ അങ്ങനെ നശിച്ചുപോയി എന്നാണ്. അപ്പോ ഈ വിഷം എന്നുള്ള കൺസെപ്റ്റ് തന്നെ, മനുഷ്യനെ ഗ്രസിക്കുന്ന വിഷം അല്ലെങ്കിൽ ജന്തുക്കളെ കൊണ്ട് മനുഷ്യനെ ഗ്രസിക്കുന്ന വിഷം എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നതും ഗായത്രി മന്ത്രം തന്ന, ബ്രഹ്മർഷിയായി തീർന്ന രാജർഷിയിൽ നിന്നും രാജാവിൽ നിന്നും രാജർഷിയായി, രാജർഷിയിൽ നിന്നും ബ്രഹ്മർഷിയായിട്ട് ഗായത്രി മന്ത്രം നമുക്ക് തന്ന വിശ്വാമിത്രൻ തന്നെയാണെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. അപ്പൊ ഈ വിശ്വാമിത്രനെ നേരേക്കാൻ പാണിനി പറഞ്ഞത്ര എന്നെ കൊണ്ട് വരില്ല. കാരണം വിശ്വാമിത്ര എന്നുള്ളത് ഗ്രാമാറ്റിക്കലി റോങ് ആണ്. വിശ്വമിത്ര എന്നേ വേണ്ടുള്ളൂ, വിശ്വത്തിന്റെ മിത്രൻ എന്നേ വേണ്ടുള്ളൂ. അതുപോലെ വിശ്വാവസു, വിശ്വാവസു ഗന്ധർവനാണ്, അല്ലെങ്കിൽ രാവണന്റെ മുത്തശ്ശനാണ് എന്നൊക്കെ പറയും. ഇദ്ദേഹം വളരെ വീരനായിരുന്നു. ഇവരെ 2 പേരെയും നേരെയാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പാണിനി പറഞ്ഞ് അതിനെ വിശ്വാവസു എന്നും വിശ്വവസു എന്നുള്ളതിന് പകരം വിശ്വാവസു എന്നും വിശ്വാമിത്രൻ എന്നതിന് പകരം വിശ്വാമിത്രൻ തന്നെ വെച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ പാണിനിയുടെ ഇവിടെ നമ്മൾ പറഞ്ഞത് ലായും ളായും ഒരുപോലെ ഉപയോഗിക്കാം എന്ന് പോലും പാണിനി സൂത്രം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ 2 സാധനങ്ങളും പാണിനി തൊട്ടിട്ടില്ല എന്നതാണ്. ഇപ്പൊ ഇവിടെ കുലം രൂപമായവൾ കുലരൂപിണി, കുളം രൂപമായവൾ കുളരൂപിണി എന്ന് പറയാം. അപ്പോ ഇതൊക്കെ രസകരമായ കാര്യങ്ങളാണ്. അപ്പൊ ഈ പുസ്തകം മുഴുവൻ വായിച്ചതിന് ശേഷം ഞാൻ പറയേണ്ട ഇതിനകത്ത് എന്തൊക്കെയാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് മറ്റെപ്പോഴെങ്കിലും, അതിന് യോജിച്ച സന്ദർഭം വരുമ്പോൾ. അപ്പോ കുലം നമ്മൾ കണ്ടതാണ് ഇതൊക്കെ. കുലം എന്നുള്ളത് ദേവിയുടെ നാമം, കുളരൂപിണി എന്നുള്ള
അല്ല കുലരൂപിണി അല്ല, കുളാർണവം എന്നൊക്കെ നാമങ്ങൾ കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ്. വംശം, അതുപോലെ തന്നെ കുളം എന്ന് പറഞ്ഞിട്ട് ഒരു ആചാരമുണ്ട്, സമയാചാരവും കൗളമാർഗ തൽപര. കൗളമാർഗ തൽപര എന്നുള്ള നാമത്തിൽ നമ്മൾ കണ്ടാണ്. കൗളമാർഗം എന്ന് പറഞ്ഞാൽ കുളമാർഗം എന്നുള്ള ഒരു മാർഗമാണത്. ഇപ്പോ ബാഹ്യമായിട്ടുള്ള പൂജയാണ്. സമയമാർഗം എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടുള്ള പൂജയാണ്. കൗളമാർഗം എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള പൂജയാണ്. ഇപ്പൊ ബാഹ്യമായിട്ടുള്ള മന്ത്രതന്ത്രങ്ങളോട് കൂടിയിട്ടുള്ള പൂജയാണ്, ആ ആചാരത്തോടു കൂടിയവളാണ്. അതുകൊണ്ടും ദേവിയെ കുളം രൂപമായവൾ എന്ന് പറയുന്നു. ഇനിയിപ്പോ വംശം, എല്ലാ നല്ല വംശങ്ങളും ദേവി തന്നെയാണ്, അതിന്റെ രൂപമായതാണ്. അതുപോലെ തന്നെ എല്ലാ ഒരുപാട് അർത്ഥങ്ങളുണ്ട് കുളം എന്ന് പറഞ്ഞാൽ. ഈ ഗ്രൂപ്പായി നിൽക്കുന്ന എല്ലാറ്റിനെയും നമുക്ക് കുളം എന്ന് പറയാം. ദേശങ്ങള്, അതുപോലെ തന്നെ ഗ്രാമങ്ങള്, ഇതിനൊക്കെ കുളം എന്ന് പറയാം. ശരിക്കും ഇവിടെ പറയുകയാണെന്ന് വെച്ചാൽ കൗളമാർഗം എന്നുള്ള കൗള തന്ത്രത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ബാഹ്യ രൂപത്തിലുള്ള ദേവിയുടെ ആരാധനാക്രമമാണ്. ആ ആരാധനാക്രമം ദേവി തന്നെയാണ്, ദേവി തന്നെ ചിട്ടപ്പെടുത്തിയതാണ്. ആ രൂപമായിരിക്കുന്ന ദേവി കുളരൂപിണി എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്നു. ഓം കുളരൂപിണ്യേ നമ എന്ന് പറഞ്ഞ് ഇവിടെ 166 ശ്ലോകം അവസാനിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരുപാട് നാമങ്ങൾ ഉണ്ടായിരുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് പെട്ടെന്ന് പോവാം. 167 നാമം ശ്ലോകം. വീരഗോഷ്ഠിപ്രിയാ വീര നൈഷ്കർമ്യാനാദരൂപിണി വിജ്ഞാനകലനാ കല്യ വിദഗ്ധ ബൈന്ദവാസന. വീരഗോഷ്ഠിപ്രിയാ വീര നൈഷ്കർമ്യാനാദരൂപിണി വിജ്ഞാനകലനാ കല്യ വിദഗ്ധ ബൈന്ദവാസന. 898 മുതൽ 915 വരെ, അങ്ങനെ ഇവിടെ എത്രയാണ്? 8 നാമങ്ങളാണുള്ളത്. ആ 8 നാമങ്ങള് നമുക്ക് ഓരോന്നോരോന്നായി കാണാം. 898 വീരഗോഷ്ഠിപ്രിയ. വീരഗോഷ്ഠിപ്രിയ എന്ന് പറഞ്ഞാൽ, ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും സഭ, കൂട്ടം എന്നൊക്കെയാണ് ഗോഷ്ഠി എന്ന് പറഞ്ഞ അർത്ഥം. സഭ, കൂട്ടം. ഇനി സമൂഹം, സമൂഹമായിട്ട് ചെയ്യുന്ന സല്ലാപം, ഇതിനൊക്കെ ഗോഷ്ഠി എന്ന് പറയും. ശരിക്കും എന്താണ്? വീരന്മാരുടെ സഭ, അല്ലെങ്കിൽ വീരന്മാരുടെ കൂട്ടത്തെ, വീരന്മാരുടെ സമൂഹത്തെ, ആ സമൂഹത്തോടൊക്കെ അതീവ പ്രിയയുള്ളവളാണ് ദേവി. വീരഗോഷ്ഠികളെ പ്രിയയുള്ളവളാണ് ദേവി. വീരന്മാരുടെ സഭകളെ, കൂട്ടത്തെ, സമൂഹത്തെ ഒക്കെ അതിയായ പ്രീതിയുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ വീരഗോഷ്ഠിപ്രിയ എന്ന് പറയുന്നു. വീരൻ ആരാണ്? ശരിക്കും വീരൻ എന്ന് പറഞ്ഞാൽ നല്ല യുദ്ധ സാമർഥ്യം, ദേവിയെ പോലെ യുദ്ധ സാമർഥ്യമുള്ളവൻ. എന്തിന്? കർമ്മങ്ങളെ, ദുഷ്കർമ്മങ്ങളെ ശക്തികളെ നശിപ്പിക്കാനുള്ള ധൈര്യമുള്ളവരെയാണ് വീരന്മാരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജ്ഞാനികളെ വീരന്മാരെന്ന് പറയുന്നു. കാരണം തപശക്തിയുള്ളവര്, ബ്രഹ്മചാരികള്, ഇവരൊക്കെ വീരന്മാരെന്ന് പറയുന്നു. കാരണം ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവരാണ് വീരന്മാര്. അപ്പൊ ഇന്ദ്രിയ നിഗ്രഹണം ചെയ്ത ഇവരെയൊക്കെ വീരന്മാരെന്ന് പറയുന്നു. ദേവിക്ക് ആരെയാണ് ഇഷ്ടം? ഇന്ദ്രിയ നിഗ്രഹണം ചെയ്തിട്ട് തപശക്തിയുള്ളവര്, അല്ലാണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ നന്മകളെ മുഴുവൻ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള ശക്തിയുള്ളവര്, അവരെയൊക്കെയാണ് വീരന്മാരെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ വീരന്മാരുടെ, ധർമ്മവീരന്മാരുടെയും പണ്ഡിതരുടെയും തപസ്സികളുടെയും ഒക്കെ ആ കൂട്ടം, സമൂഹം, ആ സമൂഹത്തിന്റെ സദസ്സില് ദേവിയുടെ സാന്നിധ്യം, അവരുടെ ചിത്തത്തിലും അവരുടെ സദസ്സിലും ദേവി സദാ പ്രത്യക്ഷയായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദേവി വീരഗോഷ്ഠിപ്രിയ എന്ന് പറയുന്നു. ഗോഷ്ഠി എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ നാമം പഠിയും. അപ്പൊ സഭ, കൂട്ടം അല്ലെങ്കിൽ സമൂഹം എന്നൊക്കെയാണ് അർത്ഥം. വീരൻ ആരാണെന്ന് സ്വയം തീരുമാനിക്കുക. അവരുടെ അടുത്തൊക്കെ ദേവി ഉണ്ടാവും. നമ്മൾ വീരനാണെങ്കിൽ നമ്മുടെ അകത്തും ദേവി ഉണ്ടായിരിക്കും. അതാണ്, അവരൊക്കെ പ്രിയങ്കരിയായിട്ടുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവി വീരഗോഷ്ഠിപ്രിയ. 898 നാമം. ഇനി 899 നാമം വീര. വീര, വീര എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം വീര്യമുള്ളവളാണ്. അപ്പൊ നേരത്തെ വീരഗോഷ്ഠിപ്രിയ, വീരന്മാരിൽ വസിക്കുന്നവളാണ് ദേവി എന്ന് കണ്ടു. ഇവിടെയോ സ്വയം വീര്യമുള്ളവളാണ്, സ്വയം തപസ്യായവളാണ്, സ്വയം ആയവളാണ്, അതുപോലെ തന്നെ സ്വയം ജ്ഞാനിയായവളാണ്, സ്വയം ബ്രഹ്മചര്യമുള്ളവളാണ് ദേവി,
സ്വയം ഇന്ദ്രിയ നിഗ്രഹണമുള്ളവളാണ് ദേവി. അതുകൊണ്ടൊക്കെ ദേവി ആരാണ്? വീര. ഈ അർത്ഥത്തിനൊക്കെ വീരയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ വീരശബ്ദത്തിന് ഒക്കെ ദേവി തന്നെ സ്വയം പാത്രീഭൂതയാണ്. അതുപോലെ തന്നെ വീരനായ ഭർത്താവും പുത്രന്മാരുമുള്ളവരെയും ഉള്ള ഒരു സ്ത്രീയെയും ആര്? വീര എന്ന് വിളിക്കും. ദേവിയുടെ ഭർത്താവ് ആരാണ്? പരമശിവനാണ്. പുത്രരാരൊക്കെയാണ്? രണ്ടുപേര്. ഒന്ന് ഗണേശനാണ്, രണ്ടാമത് സുബ്രഹ്മണ്യനാണ്. വളരെ ശക്തിയുള്ള മക്കളാണ് ദേവിയുടെ, ഭർത്താവാണ് ദേവിയുടെ. അതുകൊണ്ടും ദേവി വീര എന്നുള്ള നാമത്തിന് വളരെ ആപ്റ്റാണ് ദേവി. അതുകൊണ്ട് ദേവിയെ വീരായേ നമ എന്ന് പറഞ്ഞ് നമുക്ക് വന്ദിക്കാം. 899. ഇനി 900, 900. ഇപ്പോ ആ 900 നാമത്തില് അങ്ങനെ നമ്മള് ദേവിയുടെ 1000 നാമത്തില് 900 നാമത്തിൽ എത്തി നമ്മൾ. അപ്പോ നൈഷ്കർമ്മ്യ എന്നുള്ളതാണ് 900 നാമം. ഇനി 100 നാമങ്ങളെയാണ് ബാക്കിയുള്ളൂ. അപ്പോ നൈഷ്കർമ്മ്യ എന്നുള്ള നാമം നോക്കാം. നിഷ്കർമ്മം, കർമ്മം ഇല്ലാത്തവള്. നൈഷ്കർമ്മ്യ എന്ന് പറഞ്ഞാൽ ഒരു കർമ്മവും ഇല്ലാത്തവള്, കർമ്മങ്ങൾ ഒന്നും ചെയ്യാത്തവള്. കർമ്മങ്ങളില്ലെങ്കിൽ എന്തുണ്ടാവില്ല? കർമ്മബന്ധങ്ങൾ ഉണ്ടാവില്ല. അപ്പോ സൃഷ്ടി സ്ഥിതി സംഹാരം ദേവി ചെയ്യുന്നു. അപ്പൊ ദേവി കർമ്മം ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണെങ്കിൽ എന്താണ്? ദേവി കർമ്മം ചെയ്യുമെങ്കിലും അതൊന്നും ദേവിയെ ബാധിക്കുന്നില്ല. എന്ത് കർമ്മം ചെയ്യുമ്പോഴും ദേവി അതൊന്നും ബാധിക്കുന്നില്ല. കാരണം ഭഗവാൻ ഗീതയിൽ പറയുന്ന തത്വം തന്നെയാണ് ഇവിടെ എന്താണ് പറയുന്നത്? ഞാൻ എല്ലാ കർമ്മങ്ങളും ചെയ്യുമെങ്കിലും എന്നെ കർമ്മങ്ങളൊന്നും സ്പർശിക്കുന്നില്ല എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദേവി എന്താണ്? നൈഷ്കർമ്മയാണ് എന്ന് പറയുന്നു. അപ്പോ നിഷ്പക്ഷയാണ് ദേവി. നൈഷ്കർമ്മിയാണെങ്കിൽ ആരാവണം? നിഷ്പക്ഷയായിരിക്കണം. പക്ഷഭേദം ഉണ്ടാവാൻ പാടില്ല. ഇവിടെ കുട്ടിക്കൃഷ്ണമാരാര് എന്നുള്ള വളരെ സാഹിത്യ നിരൂപകൻ, വളരെ ശക്തനായിട്ടുള്ള ഒരു സാഹിത്യ നിരൂപകൻ ഉണ്ടായിരുന്നു. കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്നുള്ള ഒരു ചെറിയ പുസ്തകമുണ്ട്. ചെറിയ പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് ഒരു 10 12 ചാപ്റ്റർ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം മഹാഭാരതത്തില് മുഴുവൻ വായിച്ച് മുങ്ങി തപ്പിയിട്ട് 10 മുത്തുകൾ എടുക്കുകയാണ്. ആ 10 ചാപ്റ്ററുകളിൽ ആ 10 മുത്തുകൾ എടുത്തിട്ട് ഓരോന്നും കാണിച്ചു തരാം. അതിനകത്ത് ഒരു ചാപ്റ്ററാണ് നിഷ്പക്ഷനായ ബലരാമൻ. നിങ്ങളൊക്കെ പഠിച്ചു കാണും, ഞാനും പഠിച്ചതാണ്. നിഷ്പക്ഷനായ എവിടെ പഠിച്ചതെന്ന് ഓർമ്മയില്ല എനിക്ക് കൃത്യമായിട്ട്. ഡിഗ്രിക്കാണോ ഒന്നും അറിയില്ല. നിഷ്പക്ഷനായ ബലരാമൻ എന്നുള്ള ആ പിന്നെ ചാപ്റ്ററില് കുട്ടിക്കൃഷ്ണമാരാര് പറയാണ്, ആരാണ് നിഷ്പക്ഷൻ മഹാഭാരതത്തില്? ബലരാമനോ അതോ ശ്രീകൃഷ്ണനോ എന്ന്. ഇപ്പൊ എല്ലാവരും പറയും, ഏയ് ബലരാമൻ നിഷ്പക്ഷനാണ്, രണ്ടുപേരുടെയും പക്ഷത്ത് കൂടിയില്ല. അദ്ദേഹത്തിനുള്ള മൈനസ് പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിലും നിഷ്പക്ഷൻ ആരാണ്? ബലരാമൻ തന്നെയാണ് എന്ന് എല്ലാവരും സമർത്ഥിക്കുകയാണ്. പക്ഷേ കുട്ടികൃഷ്ണമാരാര് 1-2 സന്ദർഭങ്ങൾ കാണിച്ചു തരാണ് നമുക്ക് മഹാഭാരതത്തിലെ. ഏതൊക്കെ സന്ദർഭങ്ങളാണ്? യുദ്ധം നടക്കുന്ന സമയത്ത് ബലരാമൻ പറയും, ഞാൻ പാണ്ഡവരെയും ധർമ്മപുത്രരെയും എനിക്ക് പ്രിയപ്പെട്ടവനാണ്, ഭീമനും എനിക്ക് പ്രിയപ്പെട്ടവരാണ്, ദുര്യോധനും എനിക്ക് പ്രിയപ്പെട്ടവരാണ്, രണ്ടുപേരെയും ഞാനാണ് ഗദായുധം പഠിപ്പിച്ചിരിക്കുന്നത്. ഇവരൊന്നും യുദ്ധം ചെയ്യുന്നത് എനിക്ക് കാണാൻ വയ്യ, ഞാൻ തീർത്ഥാടനത്തിന് പോവാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ബന്ധുക്കളെ അടിച്ചു മരിക്കാൻ തീരുമാനിച്ചപ്പോ തീർത്ഥാടനത്തിന് പോയ അദ്ദേഹം. അപ്പൊ പറയാ, നിഷ്പക്ഷനാണ്, കണ്ടില്ലേ, കൃഷ്ണനെ പോലെ പക്ഷപാതിയായിട്ട് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നിഷ്പക്ഷനായ ബലരാമൻ എന്നുള്ള ടൈറ്റിൽ ചേർത്താണ്. പക്ഷേ എപ്പോഴെത്തി അദ്ദേഹം? ശരിക്കും ദുര്യോധനനും അതുപോലെ തന്നെ ഭീമസേനനും തമ്മിലുള്ള യുദ്ധം ഉണ്ടായത്, യുദ്ധം അവസാനിച്ച് തോൽക്കാൻ ദുര്യോധനൻ മാത്രം ബാക്കിയായിരിക്കുന്ന സന്ദർഭത്തില് ദുര്യോധനനും ഭീമസേനനും തമ്മിലുള്ള ഗദായുദ്ധം നടക്കുകയാണ്. ആ ഗദായുധം നടക്കുമ്പോഴേക്കും ബലരാമൻ തന്റെ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് അദ്ദേഹം കാണുകയാണ്. അപ്പൊ മനസ്സിൽ എപ്പോഴും ബലരാമൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത്രേ, എന്റെ ഏറ്റവും ബലവാനായ ശിഷ്യൻ ദുര്യോധനാണ്, അവനെ ഗദായുധത്തിൽ ജയിക്കാൻ ഞാനല്ലാതെ ആരുമില്ല എന്ന് ഇദ്ദേഹത്തിന് എപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ കൃഷ്ണൻ അടുത്തുള്ളപ്പോ അതൊന്നും നടക്കില്ല. കൃഷ്ണൻ പതുക്കെ തുടക്കടിച്ച് കാണിച്ചു കൊടുത്തു. ആ തുട പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കഥയൊക്കെ അറിയാം. കുന്തി നഗ്നരൂപിയായിട്ട് നിൽക്കാൻ പറയുന്നു ഇദ്ദേഹത്തോട്, ദുര്യോധനോട്. ഇപ്പൊ നിനക്ക് നാണം വരില്ലേ എന്ന് പറയുന്നു. കൃഷ്ണൻ ചെന്നിട്ട് അങ്ങനെ അദ്ദേഹം വാഴയില കൊണ്ട് തന്റെ ഉരുവും അതുപോലെ തന്നെ നഗ്നതയും മറച്ചുവെന്നും ആ മറഞ്ഞ തുടകൾ നോക്കിയിട്ട് അടിക്കാനാണ് പറയുന്നത്. ഉരുഭംഗം നടത്താൻ തുടയടിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്രേ കൃഷ്ണൻ. അപ്പോ
അങ്ങനെ തുടക്കടിക്കുമ്പോ ഇത് തെറ്റാണെന്ന് പറഞ്ഞ് ഉടനടി ബലരാമൻ ചാടി വീണു. ചാടി വീണപ്പോ കൃഷ്ണൻ തടുത്ത് പറയാണ്, ജ്യേഷ്ഠൻ, ഇവിടെ ഈ ഇത്രയും ദിവസം നടന്നിട്ടുള്ള ഈ എത്രയോ അധർമ്മങ്ങൾ നടന്നു ഇവിടെ. ആ സമയത്തൊന്നും അധർമ്മമാണെന്ന് പറയാൻ നിൽക്കാതെ തീർത്ഥാടനത്തിൽ, അല്ലെങ്കിൽ ഒരിക്കലും കൃഷ്ണൻ ഒരു കാര്യത്തിനും ജ്യേഷ്ഠനെ പിന്തിരിപ്പിച്ചിട്ടില്ല. കയ്യെ പിടിച്ച് പിന്തിരിപ്പിച്ച് പറഞ്ഞത്രേ, ഇതിൽ ജ്യേഷ്ഠൻ ഇടപെടരുത്, കാരണം ഇവിടെ ഒരുപാട് അധർമ്മങ്ങൾ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതും നടക്കേണ്ട പോലെ നടന്നോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ തുടക്കടിച്ചിട്ട് കൃഷ്ണൻ ഭീമസേനൻ ദുര്യോധനെ വധിക്കുന്ന സമയത്ത് കാണിക്കുന്നുണ്ട്, തന്റെ പക്ഷപാതിത്വം കാണിച്ച് ഭീമനെ കൊല്ലാൻ വേണ്ടി ചാടി, ഗതയെടുത്ത ഭീമനെ അടിച്ച് കൊല്ലാൻ ഇറങ്ങി. അപ്പൊ കൃഷ്ണനാണ് പിടിച്ചു നിർത്തുന്നത്, ഭീമനെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോ തനിക്ക് നിഷ്പക്ഷനാണെന്ന് വെച്ചാൽ ദുര്യോധന മരിച്ചു, ഇനിയിപ്പോ ഭീമനെ ഇദ്ദേഹം കൊല്ലേണ്ട ആവശ്യം എന്താ? നിഷ്പക്ഷതയില്ല, പക്ഷപാതിയായിരുന്നു. എന്നാൽ കൃഷ്ണന്റെ പക്ഷപാതിത്വം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു രംഗം കുട്ടിക്കൃഷ്ണമാരാര് പറഞ്ഞു തരുന്നുണ്ട്. വളരെ ഏറ്റവും കഥനമായിട്ടുള്ള രംഗമാണിത്. എല്ലാവരും യുദ്ധം കഴിഞ്ഞ് 100 പുത്രന്മാരും മരിച്ചു ഗാന്ധാരിയുടെ. അതിനുശേഷം 5 പുത്രന്മാരെ ആര് കൊന്നു? ദ്രോണന്റെ മകൻ അശ്വത്ഥമാവ് അവിടെ തന്നെ അന്ന് വൈകുന്നേരത്തെ ക്ഷീണിച്ചുറങ്ങുന്ന അവരുടെ ക്യാമ്പിൽ പോയി തീയിട്ട് അവരെല്ലാം കൊന്നു, വെട്ടിക്കൊന്നു. കൃതവർമാവും ഉണ്ടായിരുന്നു ആ ചതിക്ക്. അങ്ങനെ അവരെ എല്ലാവരും മരിച്ചിട്ടുള്ള ആ കളത്തിലേക്ക് വൈകുന്നേരത്തെ അല്ലെങ്കിൽ രാത്രി ഗാന്ധാരി വരികയാണ്. ഗാന്ധാരി വന്നിട്ട് തന്റെ കെട്ട്, ധൃതരാഷ്ട്രയെ വിവാഹം കഴിച്ച് അന്ന് കെട്ടിയിട്ടുള്ള ആ കെട്ട് അഴിക്കുകയാണ്. എന്നിട്ട് തന്റെ 100 മക്കളും ചിതറിക്കിടക്കുന്ന അത് കണ്ട് കരയാണ്. ഗാന്ധാരി വിലാപം, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഗാന്ധാരി വിലാപം കഴിഞ്ഞ് ഗാന്ധാരി ഒരു പിടി പുല്ലെടുത്തിട്ട്, അപ്പൊ കൃഷ്ണൻ അവിടെ വന്നു എന്നാ പറയുന്നത്, ആ കെട്ടഴിച്ച സമയത്ത് പുല്ലെടുത്ത് ശപിക്കുകയാണ്. നീ കൃഷ്ണ, നിനക്ക് വേണമെങ്കിൽ ഈ വംശഹത്യ നിനക്ക് വേണമെങ്കിൽ നിയന്ത്രിക്കാമായിരുന്നു, നീ അത് ചെയ്തില്ല. എന്റെ വംശം, കൗരവ വംശവും പാണ്ഡവ വംശവും അടിച്ച് എന്റെ മക്കളൊക്കെ മരിച്ചു പോയതുപോലെ നിന്റെ വംശവും തമ്മിൽ തല്ലി നശിക്കും, നീയും ഇങ്ങനെ നശിച്ചു പോകുന്ന കണ്ടു നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ശപിക്കുകയാണ്. അപ്പോ കൃഷ്ണൻ പറയുന്ന ഒരു വാക്കുണ്ട് അത്രയുണ്ട്, ഭദ്രേ, ദേവി മേഞ്ഞയിടത്ത് തന്നെ മേയുകയാണ്. ഇത് കുട്ടികൃഷ്ണമാരാർ എഴുതിയ വാക്കാണ്, സംസ്കൃതം എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല. ഭദ്രേ, ഭവതി മേഞ്ഞയിടത്ത് തന്നെ മേയുകയാണ്. എന്റെ മരണമൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് നേരത്തെ കണ്ടുവച്ചിരുന്നു. ഇത്രയും കാലം പാതിവൃത്യം ചെയ്ത് ദേവിക്കുണ്ടായിരുന്ന ആ സിദ്ധിയൊക്കെ എന്നെ ശപിക്കാൻ എന്തിന് ഇങ്ങനെ വെറുതെ വൃഥാ വേസ്റ്റാക്കി, വൃഥാ ചെലവാക്കി എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചു നിന്ന് ദേവിയെ പുറത്ത് തലോടി ആശ്വസിപ്പിക്കുകയാണ് കൃഷ്ണൻ. അതാണ് നിഷ്പക്ഷത. തന്റെ മരണം കണ്ടിട്ടും പേടിക്കാതെ, ഒന്നുമില്ലാതെ, ആ ശരിക്കും എന്താ പറയാ, പുരുഷോത്തമനായി ജനിച്ച് ഇരിക്കുന്ന ആ ദേവൻ ആയിരിക്കുന്ന ആ മനുഷ്യൻ തന്നെയായി നിൽക്കുന്ന ആ കൃഷ്ണന്റെ രൂപത്തെ കുട്ടികൃഷ്ണന്മാരാർ കാണിച്ചു പറയുന്നു. ബലരാമനല്ല നിഷ്പക്ഷൻ, ആരാണ്? നൈഷ്കർമ്മ്യ. ഒരു കർമ്മങ്ങൾ, ഇത്രയൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടും ഒരു കർമ്മവും തന്നിൽ ബന്ധിക്കപ്പെടാതെ ഇരിക്കുന്ന ആ കൃഷ്ണൻ, അതാണ് ഭഗവത്ഗീതയിൽ അദ്ദേഹം ഇതേ തത്വം കാണിച്ചു തരുന്നത്. എല്ലാം ചെയ്യണം, മായയാൽ മൂടി നിങ്ങൾ പലത് ചെയ്യുമെങ്കിലും എല്ലാം ചെയ്യണം, പക്ഷെ ഒരിക്കലും അതിൽ മൂടപ്പെട്ട് കിടക്കരുത് എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു തരുന്നത്. ഇപ്പം കർമ്മത്തിൽ നൈഷ്കർമ്മ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മങ്ങളിൽ നിന്നൊക്കെ മോചനം. ശരിക്കും ഒരു താമര ഇല പോലെ ആയിരിക്കണം. ചളിയും പറ്റില്ല അതിന്റെ മുകളില്, വെള്ളവും പറ്റില്ല, വെള്ളം വീണ് കഴിഞ്ഞാൽ ഉരുണ്ടുപോയിക്കോളും. കർമ്മങ്ങളൊക്കെ ചെയ്യുക, ഒട്ടാതിരിക്കുക എന്നാണ് പറയുന്നത്. ദേവിയുടെ സ്വരൂപമാണ് നൈഷ്കർമ്മ്യം. സൃഷ്ടിസ്ഥിതി സംഹാര ലയങ്ങളൊക്കെ ചെയ്താലും ദേവി ഒരിക്കലും അതൊന്നും ദേവിയിൽ ഒട്ടപ്പെടുകയില്ല. അതുകൊണ്ട് ദേവി നൈഷ്കർമ്മ്യ എന്ന രൂപത്തിൽ അറിയപ്പെടുന്നു. അപ്പോ ഇനി 901 നാമം നാദരൂപിണി. നാദരൂപിണി, നാദം രൂപമായവൾ. അപ്പോ നാദം എന്താണെന്ന് നമ്മൾ കണ്ടു, നാദബ്രഹ്മം എന്താണെന്ന് കണ്ടു, പ്രണവമാണ് നാദബ്രഹ്മം എന്ന് കണ്ടു. അതുപോലെ തന്നെ പരാ, പശ്യന്തി, മധ്യമ, വൈഖരി. വൈഖരി എന്നുള്ളതാണ് ശബ്ദം നമ്മുടെ പുറത്തു വരുന്നത്. അത് പരാ എന്ന് പറയുന്ന നമ്മുടെ ആ നാഭിസ്ഥാനത്ത് നിന്ന് ഉത്ഭവിച്ചു വരുന്ന ചൈതന്യമായിട്ടുള്ള ആ പ്രണവനാദത്തിന്റെ തന്നെ ഒരു മാത്രയാണ്. ആ പരയാണ് പശ്യന്തിയും മധ്യമയും വൈഖരിയുമായിട്ട് ശബ്ദമായി വരുന്നത്. അതൊക്കെ ദേവി തന്നെയാണ് എന്ന് നമ്മൾ കണ്ടു. ഇനി അതിന്റെ മുന്നേയും നാദാന്തമുണ്ട്, പിന്നെ 9 രൂപമുണ്ട്. മനോന്മനി, ആ രൂപം വരെ നമ്മൾ കണ്ടതാണ്.
ബിന്ദു എന്നൊക്കെ അർദ്ധബിന്ദു എന്നൊക്കെ കണ്ടതാണ്. അപ്പോ ഈ വൈഖരി രൂപമായി വരുന്ന ആ ശബ്ദത്തിനും ഈ നാദബ്രഹ്മത്തിനുമൊക്കെ രൂപമായിട്ടുള്ള ദേവിയാണ്. അതുകൊണ്ട് ദേവി നാദരൂപിണി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി വിജ്ഞാനകലന. വിജ്ഞാനകലന എന്താണ് വിജ്ഞാനകലന? വിജ്ഞാനകലന എന്ന് പറഞ്ഞാൽ, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വിജ്ഞാനം നമ്മൾ പലപ്പോഴും പറഞ്ഞു, ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്രഹ്മ സാക്ഷാത്കാരത്തിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. മായ നീങ്ങിയിട്ട് ശുദ്ധ ബ്രഹ്മത്തിന്റെ ബോധം മനസ്സിൽ ഉദിക്കുന്നതാണ് വിജ്ഞാനം. അത് ഉണ്ടാക്കുന്നവൾ ആരാണ്? കലന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നവൾ, ചേർത്ത് വെക്കുന്നവൾ. ഇതാണ് നമ്മൾ തേടി നടക്കുന്നത്. വിജ്ഞാന കലനയായിട്ടുള്ള ദേവിയെ തേടലാണ് നമ്മളുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ. അപ്പോ ബ്രഹ്മസാക്ഷാത്കാരം എന്നെങ്കിലും നമുക്ക് കിട്ടണം, ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ കിട്ടണേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയാണമാണ് നമ്മളുടെ. അപ്പോ വിജ്ഞാനം ബ്രഹ്മസാക്ഷാത്കാരമാണ്. അതിന്റെ കലന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നവൾ, ചേർത്ത് വെക്കുന്നവൾ. അപ്പോ ബ്രഹ്മസാക്ഷാത്കാരത്തെ ഉണ്ടാക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ വിജ്ഞാന കലന എന്ന് പറഞ്ഞു. ഈ വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടതാണ്. എന്തിനാണ് വിജ്ഞാനം എന്ന് പറയുന്നത്? ചതുർദശ വിദ്യകൾ, അതിനെ വിജ്ഞാനം. എന്തൊക്കെയാണ് ചതുർദശ വിദ്യകള്? 4 വേദങ്ങള്, ഋക്കേജസ് സാമ അഥർവം, 6 ശാസ്ത്രങ്ങള്, ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, കൽപ്പം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ 6 ശാസ്ത്രങ്ങള് അല്ലെ. അത് കഴിഞ്ഞാൽ അപ്പൊ 6 4 10 പിന്നെ 4 ഉപാംഗങ്ങള്, അങ്ങനെ 14. ചതുർദശം എന്ന് പറഞ്ഞ 14. 4 ഉപാംഗങ്ങള്: മീമാംസ, ന്യായശാസ്ത്രം, പുരാണം, ധർമ്മശാസ്ത്രം. ഇങ്ങനെ 4 ഉപാംഗങ്ങൾ. ഇത് 4 വേദങ്ങള്, 6 ശാസ്ത്രങ്ങള്, 4 ഉപാംഗങ്ങൾ. ഇങ്ങനെ ഈ 14 വിദ്യകൾ കൂടിയത് അതിനെ ചതുർദശ വിദ്യ എന്ന് പറയുന്നു. ഇതൊക്കെ സംസ്കാരങ്ങളാണ്. ഈ ചതുർദശ വിദ്യകൾ ദേവി എന്താണ്? വിജ്ഞാനമാണ്. ആ വിജ്ഞാന കലന അതിന്റെയൊക്കെ ചേർത്ത് വെക്കുന്നവളാണ്, അതിന്റെ സ്വരൂപമാണ് ദേവി. അതിനാലും ദേവിയെ വിജ്ഞാന കലന എന്ന് പറയുന്നത്. അപ്പോ ബ്രഹ്മസാക്ഷാത്കാരം നമുക്ക് ഉണ്ടാക്കി തരുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി വിജ്ഞാന കലന, ചതുർദശ വിദ്യകള് ചേർത്ത് വെച്ച് അതിൽ നിന്നും എന്താ പറയാ സംസ്കാരം ഉണ്ടാക്കി തരുന്നവളാണ് ദേവി. അതുകൊണ്ടും ദേവി വിജ്ഞാന കലന എന്ന് പറയുന്നു. ഇനി 903 നാമം കല്യ. കല്യ എന്ന് പറഞ്ഞാൽ കല്യതാം മമ കുരുഷദാവതി. അവിടെ കല്യ എന്ന് പറഞ്ഞാൽ സമർത്ഥത, നൈപുണ്യം. അതാണ് കല്യ എന്ന് പറഞ്ഞാൽ. എല്ലാ ഇവിടെ ദേവി എന്താണ്? സകല കലാവല്ലഭയാണ് ദേവി. ചതുഷ്ഷഷ്ടിപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയി മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത എന്നുള്ള നാമത്തിൽ നമ്മൾ കണ്ടതാണ്. ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യയാണ് ദേവി, ചതുഷ്ഷഷ്ടി കലാമയിയാണ് ദേവി. 64 കലകളും നമ്മൾ കണ്ടതാണ്. അങ്ങനെ നമ്മളെ ഉജ്ജയിനിയുടെ അടുത്ത് കിടക്കുന്ന സാന്ദീപിനിയുടെ ആശ്രമത്തിലെത്തിയതാണ് ചതുഷ്ഷഷ്ടി കലാമയിയെ തേടിയിട്ട്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോ കല്യ എന്ന് പറഞ്ഞാൽ സമർത്ഥത, നൈപുണ്യം. ദേവി എല്ലാ കലകളിലും, ചതുഷ്ഷഷ്ടി കലകളിലും സമർത്ഥയാണ്. 64 കലകളിലും ദേവി സമർത്ഥയാണ്. അതുകൊണ്ട് ദേവി. ഇനി ദേവി ചെയ്യുന്ന ഏറ്റവും വലിയ കല എന്താണ്? ഈ ബ്രഹ്മത്തിന്റെ സൃഷ്ടി തന്നെ, സൃഷ്ടി സ്ഥിതി, ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം, ഇതൊക്കെ ചെയ്യുന്ന ദേവി. ആ ദേവി തന്നെയാണ് ഏറ്റവും വലിയ കലാകാരി. അതുകൊണ്ടും ദേവിയെ കല്യ എന്ന് പറയുന്നു. ഓം കല്യായേ നമ. എല്ലാ കലകളിലും നൈപുണ്യമുള്ള ദേവിയെ നമുക്ക് നമസ്കരിക്കാം. പിന്നെ അടുത്ത നാമമാണ് വിദഗ്ധ. എളുപ്പമുള്ള നാമമാണ്, അതുകൊണ്ട് വേഗം പോകുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാമം കൃത്യമായിട്ട് പറയാം. വിദഗ്ധ എന്ന് പറഞ്ഞാൽ വൈദഗ്ധ്യമുള്ളവൾ. അപ്പൊ ഈ കലകളിലൊക്കെ സമർത്ഥത, നൈപുണ്യം എന്ന് പറയുന്ന പോലെ തന്നെ വിദഗ്ധയുമാണ് ദേവി. അതുകൊണ്ട് ദേവിയെ വിദഗ്ധ എന്ന് വിളിക്കുന്നു. അപ്പൊ ദേവി എന്താണ്? ചതുഷ്ഷഷ്ടി കലകളിലും സൃഷ്ടി സംഹാരത്തിലൊക്കെയുള്ള നൈപുണ്യത്തിനെ തന്നെ വിദഗ്ധത എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ദേവി വിദഗ്ധയുമാണ്. ഇനി ഈ ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാ ജീവികളുടെയും എന്തൊക്കെ ഗുണങ്ങളുണ്ടോ, എന്തൊക്കെ കലകളുണ്ടോ, അതൊക്കെ ദേവി തന്നെയാണ്. അതുകൊണ്ടും ദേവി കാരണബോധയാണ് ദേവി അതിനൊക്കെ. അതുകൊണ്ടും ദേവി വിദഗ്ധ എന്ന് പറയുന്നു. ഒരു നാമമേ ബാക്കിയുള്ളൂ, അതുകൂടി പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം. 905 നാമം ബൈന്ദവാസന. ബൈന്ദവാസന. ബൈന്ദവാസന എന്ന് പറഞ്ഞാൽ ബൈന്ദവം ആസനമായവൾ. ഇപ്പൊ വാസനയല്ല, അവിടെ വാസന എന്നല്ല. ഇതൊക്കെ വായിക്കുമ്പോ അർത്ഥം ശരിക്കും ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോ എഴുതുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഛന്ദസ്, വൃത്തത്തിന് ഓരോ
ഛന്ദസ് എന്നാൽ അക്ഷരങ്ങൾ ഇത്ര എന്നത് കൃത്യമായി എന്നാണ്. ഛന്ദസിന്റെ ഡെഫിനിഷനെ ഇത്ര അക്ഷരങ്ങളെ ഒരു വരിയിൽ പാടൂ എന്നുണ്ട്. അതുകൊണ്ടാണ് ഛന്ദസ് എഴുതുമ്പോൾ വൃത്തം യോജിപ്പിക്കാനാണ്. പക്ഷെ ചൊല്ലുമ്പോൾ അതിനെ നമ്മൾക്ക് കൃത്യതയോടുകൂടി ചൊല്ലാൻ കഴിയണം, ആ അർത്ഥം കൃത്യമായി വരുന്നത്. ഇപ്പോ ബൈന്ദവാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈന്ദവം ആസനമാക്കിയവൾ. അപ്പോ ഇവിടെ നമ്മൾ കണ്ടു ബിന്ദുമണ്ഡലവാസിനിയാണെന്ന്. ബൈന്ദവം എന്ന് പറഞ്ഞാൽ ശൈശവം എന്ന് പറഞ്ഞാൽ ശിശുവിനെ സംബന്ധിച്ചത്, ബൈന്ദവം എന്ന് പറഞ്ഞാൽ ബിന്ദുവിനെ സംബന്ധിച്ചത്. അപ്പോ ബിന്ദു ആസനമാക്കിയത് ആരാണ്? കഴിഞ്ഞ നാമത്തിൽ കണ്ടു, ബിന്ദുമണ്ഡലവാസിനി. എവിടൊക്കെയാണ് ബിന്ദുക്കളുള്ളത്? തന്ത്രശാസ്ത്ര പ്രകാരം ശ്രീചക്രമാണ് ദേവി സ്വരൂപം. ബ്രഹ്മാണ്ടത്തിനെ ബ്രഹ്മത്തിനെ കാണിച്ചു തരുന്നതാണ് ശ്രീചക്രം. ശ്രീചക്രത്തിന്റെ ആ ഏറ്റവും ഉള്ളിലുള്ള ആനന്ദമയ ചക്രം എന്ന് പറയുന്ന ബിന്ദുവില് വസിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി ബിന്ദുമണ്ഡലവാസിനിയാണ്, ബൈന്ദവാസനയാണ് ദേവി. ബിന്ദുമണ്ഡലത്തില് വസിക്കുന്നവളാണ്. ഇനി സഹസ്രാര പത്മം, പത്മത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആളാണ്. സഹസ്രാര പത്മത്തിന്റെ ഉള്ളിലാണ് കുണ്ടലിനിയെ മുകളിലേക്ക് നമ്മള് അതിനെ ഉത്തേജിപ്പിച്ച് കുണ്ടലിനി അതിന്റെ പ്രയാണം പോകുമ്പോ സഹസ്രാര ചക്രത്തിലെ സഹസ്രദള പത്മത്തിലെത്തുമ്പോൾ ആ പത്മത്തിന്റെ കർണികയിലിരിക്കുന്ന ആ പോയിന്റിനെയും ബിന്ദു എന്ന് പറയുന്നു. ആ ബിന്ദു മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ്. ഇതിനൊക്കെ യോനി എന്ന അർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ നാമത്തിൽ പറഞ്ഞു. യോനി നിലയ, ബൈന്ദവാസന ഒന്ന് അർത്ഥങ്ങളാണ്. ഇപ്പോ സഹസ്രാര പത്മത്തിൽ ഇരിക്കുന്നതാണ്, സ്ഥിതി ചെയ്യുന്നവളാണ്. അപ്പൊ കുണ്ടലിനി ശാസ്ത്രത്തില് സഹസ്രാര പത്മത്തിന്റെ കർണികയിലിരിക്കുന്ന ബിന്ദുവിലുള്ള ദേവിയാണ്. ആ ദേവിയെ ബൈന്ദവാസന എന്ന് പറയുന്നു. ബൈന്ദവം ആസനമാക്കിയവൾ, ബിന്ദു ആസനമാക്കിയവൾ. ഇനി മന്ത്രബീജാക്ഷരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറയും? ബിന്ദു വ്യൂഹം, സമൂഹം. ബിന്ദുക്കളുടെ വ്യൂഹം എന്ന് പറഞ്ഞാൽ മന്ത്രബീജാക്ഷരങ്ങളുടെ കൂട്ടത്തെ ബിന്ദു വ്യൂഹം എന്ന് പറയുന്നു. ഇപ്പൊ മന്ത്രശാസ്ത്രത്തിൽ എന്താണ്? മന്ത്രവ്യൂഹങ്ങളുടെ ബീജാക്ഷരങ്ങളുടെ കൂട്ടത്തെ ബിന്ദു വ്യൂഹം എന്ന് പറയുന്നു. ആ ബിന്ദു വ്യൂഹം, ആ ബൈന്ദവം ആസനമാക്കിയവള്. ഇപ്പൊ മന്ത്രഭാഷ അർത്ഥപരമായാലും തന്ത്രശാസ്ത്രപരമായാലും കുണ്ടലിനിപരമായാലും എങ്ങനെയാണെങ്കിലും ആ ബിന്ദുമണ്ഡലവാസിനിയായിരിക്കുന്ന ദേവിയാണ് ഇവിടെ പറയുന്നത്. ആ ആസനസ്ഥയായിരിക്കുന്ന ദേവിയെ ബൈന്ദവാസന എന്ന് പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. 167 ശ്ലോകവും 905 നാമവും അവസാനിച്ചിരിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.